Good morning, everyone. I am Shruti Suresh. Today's prayer. Thank you for giving us this new day. Bless our teacher and all our friends. Help us to listen carefully, learn well, and grow in knowledge and kindness. Guide us in all our activities today. Thank you for your love and care. Amen. Good morning, everyone. Thought of the day. Mistakes are a great educator when one is honest enough to admit them and willing to learn from them. Thank you. Good morning, ma'am. Good morning. Good morning, ma'am. Good morning, ma'am. Morning, ma'am. Okay, prayer എല്ലാം കഴിഞ്ഞല്ലോ അല്ലേ? ഈ ടൈം നിങ്ങൾക്ക് ബുദ്ധിമുട്ടായില്ലല്ലോ? ചെയ്യുമ്പോഴേക്കൊരു എനർജി ലോസ് പോലെയൊക്കെ തോന്നും. ഞാനോർത്ത് അത്രയും നേരം വെയിറ്റ് ചെയ്യണ്ടല്ലോ. ഈ ഒരു സ്ലോട്ട് 3 ബാച്ചുകാരും ഫ്രീ ആണല്ലോ, അതുകൊണ്ടാണ് ഈ ഒരു സ്ലോട്ടിൽ എടുത്തത്. ഫ്രൈഡേ ഞാൻ ലീവാണ്, അങ്ങനെ ഈ എൻഎസ്ടി എടുക്കാന്ന് വിചാരിച്ചത്. ഓക്കെ, നമ്മളിപ്പോ സൂപ്പർവിഷനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ? സോ ആരെങ്കിലും ഇന്ന് എന്തെങ്കിലും പ്രസന്റേഷൻ ഉണ്ടോ, മീൻസ് സെമിനാർ ഉണ്ടോ? ഇല്ല, ഓക്കെ, നോ പ്രോബ്ലം. സോ വട്ട് എവർ ഇപ്പൊ 14ന്റെ വൈവ കറന്റ് നടക്കുകയാണ്. അപ്പോൾ PG-യിലുള്ളവര് സെമിനാറിന്റെ ഒരു ടോപ്പിക് വൈവ സമയത്ത് 2 minutes പ്രസന്റ് ചെയ്യേണ്ടതുണ്ട്. പിന്നെ 12-ലെ ഒന്നോ രണ്ടോ പേരൊക്കെ എനിക്ക് റിക്വസ്റ്റ് ചെയ്തു അവർ ക്ലാസ്സിൽ തന്നെ എടുക്കാന്ന് പറഞ്ഞു. പക്ഷെ ലേറ്റ് ആവരുത്, കാരണം പെരുന്നാൾ കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങളുടെ കോൺവെക്കേഷൻ ഉണ്ടാകും. അപ്പം ഈ വീക്ക് തന്നെ എടുത്ത് തീർക്കുവാണെങ്കിൽ തീർക്കുക, അല്ലെങ്കിൽ വൈവ കഴിഞ്ഞവരുണ്ട് നെക്സ്റ്റ് വീക്ക്. എങ്ങനെ എനിക്ക് വോയിസ് നോട്ട് അയക്കണം. 2 minutes മാക്സിമം മതി വോയിസ് നോട്ട്. മാം പെരുന്നാൾ എന്നാ മാം പെരുന്നാൾ കഴിഞ്ഞ ഉടനെ കോൺവെക്കേഷൻ ഉണ്ടെന്നല്ലേ പറഞ്ഞേ? പെരുന്നാൾ എന്നാ മാം? പെരുന്നാൾ കഴിഞ്ഞ ഉടനെ 20-ാം തീയതിയാണ് കോൺവെക്കേഷൻ. 12 ബാച്ചിന്റെയാണ് ജോഫി. 12 ആണോ? ഓക്കെ മാം. 12 ആണ്. അവരുടെയാണല്ലോ എക്സാം കംപ്ലീറ്റ് കഴിയുക. പെരുന്നാൾ കഴിഞ്ഞിട്ട് നമുക്ക് PG എക്സാമും കഴിയണം. 12-ന്റെയാണ്. പിന്നെ 13 ഉണ്ട്. 12-ന്റെ എന്താ കോൺവെക്കേഷൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ ഞങ്ങളുടെ 14ന്റെ അല്ലേ? അതെ അതെ, 13 ഉണ്ടല്ലോ അതിന്റെ ഇടയ്ക്ക്. 13 ഉണ്ട്. 28-ന് ഓൾറെഡി വേറൊരു കോഴ്സിന്റെ ഒരു ബാച്ചിന്റെ കോൺവെക്കേഷൻ ഉണ്ട്. അപ്പൊ എന്തായാലും അന്ന് നടക്കില്ല. പിന്നെ ഉള്ള സാറ്റർഡേസ് പിന്നെ നോക്കണം, ഡിപ്പെൻസ്. നമ്മള് അതുകൊണ്ട് 12-കാരുടെ എല്ലാ കാര്യങ്ങളും പെരുന്നാളിനുള്ളിൽ തന്നെ തീർക്കുക എന്നുള്ളതാണ്. PG-യുടെ എക്സാമും PG പോർഷൻസ് കഴിയുന്ന ഉടനെ നടത്തും PG-യുടെ എക്സാം. പിന്നെ ഒരു 10 days-നുള്ളിൽ കോൺവെക്കേഷനും ഉണ്ടായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, സോ ഇന്ന് ആരും ഇല്ലല്ലോ സെമിനാറിന്, നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. സോ നമ്മൾ സൂപ്പർവിഷന്റെ കാര്യങ്ങളായിരുന്നു പറഞ്ഞിരുന്നത്, അതിന്റെ പർപ്പസ്, അതുപോലെ തന്നെ എന്താ പറയാ എഫക്റ്റീവ് സൂപ്പർവിഷന്റെ ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിൾ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു. ഓക്കെ, പിന്നെ സൂപ്പർവിഷന്റെ ഒരു പ്രിൻസിപ്പിൾസ് പോലെ ആ ഒരു സക്സസ്ഫുൾ സൂപ്പർവിഷൻ എന്തെല്ലാം കാര്യങ്ങൾ വേണം, ആ ഒരു രീതിയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹലോ മാം, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? അത് PG-കാർക്ക് ഇപ്പൊ ഞങ്ങളുടെ ബാച്ചിലുള്ള എല്ലാവർക്കും ഒരുമിച്ചായിരിക്കുമല്ലോ എക്സാം, PG-യുടെ എക്സാം? ഏത് ബാച്ച്? ഞാൻ 14th ആണ്. അപ്പൊ ഇതില് വേറെ ബാച്ച് ഉണ്ടല്ലോ ഈ ഗ്രൂപ്പില്? അപ്പൊ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിച്ചായിരിക്കും PG-യുടെ എക്സാം? 13-നും 14-നും ഒരുമിച്ചല്ല, നിങ്ങൾക്ക് 3 ബാച്ചിനും സെപ്പറേറ്റ് ആയിരിക്കും എക്സാം. ക്ലാസ് ഒരുമിച്ച് നടക്കുന്നേ ഉള്ളൂ. കാരണം ഡിപ്ലോമ PG കോമൺ സബ്ജക്റ്റുകൾ ഉണ്ടല്ലോ, 9 സബ്ജക്റ്റില്ലേ, അല്ല 9 അല്ല 7 സബ്ജക്റ്റില്ലേ, ആ സബ്ജക്ട്
കഴിഞ്ഞിട്ടേ പി ജിയുടെ എക്സാം നടക്കുള്ളൂ. അപ്പൊ ഓൾറെഡി 12 അത് കഴിഞ്ഞു. അതുകൊണ്ട് അവർക്ക് ഇനി പി ജിയിലെ 2 സബ്ജക്ട് മാത്രമേ ഉള്ളൂ. 13 പെരുന്നാൾ കഴിഞ്ഞ ഉടനെ തന്നെ അവരുടെ കോമൺ സബ്ജക്ട് എക്സാം തുടങ്ങും. അത് കഴിയുമ്പോഴേ അവർക്കും ഉള്ളൂ. പിന്നെ നിങ്ങളുടെ ആ ഒരു പോർഷൻസ് കഴിയണം. നിങ്ങൾക്ക് ഈ മാസം അവസാനം ആകുമ്പോഴേക്കും നിങ്ങളുടെ മോഡ്യൂൾ 1 കംപ്ലീറ്റ് കഴിയും. സോ നിങ്ങൾക്കും ഏപ്രിൽ ഒരു മിഡൊക്കെ ആകുമ്പോഴേക്കും എക്സാം നടക്കും. അത് പി ജിക്ക് നമുക്ക് ടേം എക്സാം ഉണ്ടാകോ? ഇപ്പൊ ഡിപ്ലോമക്ക് ടേം എക്സാം ഉള്ള പോലെ നമുക്ക് മെയിൻ എക്സാം മാത്രമേ ഉള്ളൂ. മാത്രമേ ഉള്ളൂ. അത് കണ്ടിന്യൂസ് ആയിട്ടായിരിക്കും അല്ലെങ്കിൽ ഒരു ദിവസമായിരിക്കും? പാർട്ട് 1 to 2 സബ്ജക്ട് 2 ദിവസമായിട്ടായിരിക്കും. 2 ദിവസമായിട്ടായിരിക്കും. ഓക്കെ, ഇവിടെ സാധാരണ എക്സാം നടത്തുന്ന അതേ പാറ്റേണിൽ തന്നെ ആകെ നമുക്ക് ടേം എക്സാം ഒന്നുമില്ല. പക്ഷെ അതിന് പകരം നിങ്ങൾക്കൊരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ പ്രൊവൈഡ് ചെയ്യും. അത്രയേ ഉള്ളൂ. പിന്നെ കമ്പാരിറ്റീവ്ലി കുറച്ചധികം മോക്ക് ടെസ്റ്റിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ഓക്കെ മാം. താങ്ക് യു. പി ജിയുടെ മോഡ്യൂൾ 4 ഒരു ക്വസ്റ്റ്യൻ പേപ്പർ, 5 ഒരു ക്വസ്റ്റ്യൻ പേപ്പർ, അങ്ങനെയാണോ? അതെ അതെ അതെ, സബ്ജക്റ്റ് ആണ്. മോഡ്യൂൾ 4 ഒരു സബ്ജക്റ്റും മോഡ്യൂൾ 5 അടുത്ത സബ്ജക്റ്റും, അങ്ങനെ 2 സബ്ജക്റ്റ് ആണ്. ഞങ്ങളുടെ 13 ബാച്ചിന്റെ പി ജി ഈസ്റ്റർ കഴിഞ്ഞിട്ടുണ്ടാവും. ഈസ്റ്റർ എപ്പോഴായിട്ടാ ലവ്ലി? 5-ാം തീയതിയാണ്, ഏപ്രിൽ 5 അല്ലേ? പ്രോബബ്ലി അങ്ങനെ എന്തെങ്കിലും ഫെസ്റ്റിവൽസ് ഒക്കെ വരുവാണെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് മാറ്റം ഉണ്ടാവുമായിരിക്കും. അപ്പൊ നമുക്ക് ആ ഒരാഴ്ച മൊത്തം ഞങ്ങൾ തിരക്കാണ്, പള്ളിയിലും കാര്യങ്ങളും. പിന്നെ വിഷു വരും 14-ാം തീയതി. അപ്പൊ ഒന്നുമില്ലെങ്കിൽ ഇൻ ബിറ്റ്വീൻ ഈസ്റ്റർ ആൻഡ് വിഷു അങ്ങനെ വെക്കേണ്ടി വരും. അല്ലെങ്കിൽ പിന്നെ ശരിക്കും ഈ എക്സാം ഒന്നുമില്ലെങ്കിൽ ശരിക്കും ഫെസ്റ്റിവൽസിന് മുമ്പ് നടക്കുവാണെങ്കിൽ നമുക്ക് ഫെസ്റ്റിവൽ നല്ല സമാധാനമായിട്ട് ചെയ്യാം. ഫെസ്റ്റിവൽസിന് ശേഷം ആവുന്നതിനേക്കാൾ എപ്പോഴും അതിന് മുമ്പ് നടക്കുന്നതാണ് എന്റെ ഒരു അഭിപ്രായം കേട്ടോ, പേഴ്സണലി. കാരണം അല്ല, ഞങ്ങളുടെ 30-ാം തീയതി കഴിയുള്ളല്ലോ ഞങ്ങളുടെ ഡിപ്ലോമ. അതെ അതെ ശരിയാ. പി ജിക്ക് നമുക്കപ്പോ സമയം വേണം. ഇനി നിങ്ങൾ ഓക്കെ ആണെങ്കിൽ സമയം വേണം മാം. എനിക്ക് തോന്നുന്നു ഈസ്റ്ററിനോട് അനുബന്ധിച്ച് 3 ദിവസമൊക്കെ ഓരോരോ കാര്യം, 3 അല്ല ഒരാഴ്ചയോളം അതിന്റെ ഓരോ തിരക്കുകൾ, നമുക്ക് അതിൻ്റെതായ കാര്യങ്ങള്, കുരിശിന്റെ വഴി, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. പിന്നെ നമുക്ക് വീട്ടിലെ വിഭവങ്ങള്, ഓരോ ട്രഡീഷണൽ ഇതൊക്കെ ഉണ്ടാക്കണം, കുറെ കാര്യങ്ങളുണ്ട്. നമ്മൾ പെരുന്നാൾ പറയുമ്പോഴും അത്രയും ഡേയ്സ് ഇങ്ങനെ നോമ്പിലാണല്ലോ. അതുകൊണ്ടാണ് പരീക്ഷയും നമ്മള് പെരുന്നാൾ കഴിഞ്ഞിട്ട് വെച്ചത് എക്സാം. ചില ബാച്ചിനൊക്കെ നമ്മള് നോമ്പിന്റെ സമയത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. 13 ബാച്ചിന് വിഷുവിന് മുമ്പ് ഉണ്ടാവോ? 13 ബാച്ചിന് പി ജി വേണമെങ്കിൽ കാണും. നിങ്ങൾക്ക് 13 ബാച്ചിന് വരും. 14 വിഷു കഴിയുമ്പോഴായിരിക്കും ഡിപ്ലോമ കോമൺ സബ്ജക്റ്റിന്റെ പരീക്ഷ വരുന്നത്. കാരണം അല്ലെങ്കിൽ ഫെസ്റ്റിവൽസിന്റെ ഇടയ്ക്കായിട്ട് പോകില്ലേ ഈസ്റ്ററും വിഷുവും കൂടെ. കാരണം ഈസ്റ്റർ കഴിഞ്ഞ് പിന്നെ ഒരു 10 ഡേയ്സിനുള്ളിൽ വിഷു ആവുമല്ലോ. അപ്പൊ നമുക്ക് ശരിക്കും ഓരോ സബ്ജക്റ്റ് ആയിട്ട് വെക്കുമ്പോഴേക്കും ഇടയ്ക്ക് സാറ്റർഡേ സൺഡേ പോയി അങ്ങനെയൊക്കെ പോകുമ്പോഴേക്കും കറക്റ്റ് വിഷുവിന് മുമ്പ് എക്സാം കണ്ടക്ട് ചെയ്യാൻ പറ്റില്ല. മോസ്റ്റ് പ്രോബബ്ലി ആഫ്റ്റർ വിഷു ആയിരിക്കും. നിങ്ങളുടെ പേഴ്സണൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഷെഡ്യൂൾ ചെയ്യുക. കാരണം വെക്കേഷൻ ആകുമ്പോൾ എല്ലാവരും ഫാമിലി ഒക്കെ ആയിട്ട് ട്രിപ്പ് ഒക്കെ ചെയ്യുന്നതാണ്. ജസ്റ്റ് അതിനനുസരിച്ചൊക്കെ പ്ലാൻ ചെയ്യുക. നേരത്തെ വല്ല പ്ലാനിങ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഇൻഫോം ചെയ്യുക. കാരണം എക്സാം ടൈമിൽ പലരും ഇതുപോലെ ടൂറൊക്കെ ആയിരിക്കും. ഡിപ്ലോമയുടെ എക്സാം ഏപ്രിൽ 20-ാം തീയതി ഡേറ്റ് വന്നിട്ടുണ്ട് മാം. 14. ഏത് ബാച്ചാ? 14 ആണ് മാം. എനിക്ക് ഡേറ്റ് കിട്ടിയില്ല, അതാണ് പറഞ്ഞത്. ദാറ്റ് മീൻസ് വിഷുവിന് ശേഷം. അപ്പൊ നിങ്ങൾ വിഷുവിന്റെ ലാസ്റ്റ് 20-ാം തീയതി തൊട്ടിട്ട് സ്റ്റാർട്ട് ചെയ്യണ്ട മിസ്. 20 തൊട്ടിട്ട് തീരുന്നത് 29 മറ്റേ ആണ് തോന്നുന്നു. അപ്പൊ ഏപ്രിൽ ലാസ്റ്റ് 2 വീക്സ് നിങ്ങൾ എക്സാമിന്റെ തിരക്കിലായിരിക്കും. അപ്പൊ നമുക്ക് ചിലപ്പോ മെയ് ആദ്യം മറ്റേ ആയിരിക്കില്ല മിസ് അത് പി ജിയുടെ വരുന്നത്. പി ജിയുടെ കാരണം നമ്മൾ ഈ ഡിപ്ലോമ പി ജി കോമൺ സബ്ജക്റ്റിന്റെ എക്സാം കഴിഞ്ഞിട്ട് ഒരു 5 days ഗ്യാപ്പ് ഇട്ടിട്ടാണ് പി ജിയുടെ എക്സാം നടത്തുന്നത്. നിങ്ങൾക്ക് ഒരു സ്റ്റഡി ലീവ് പോലെ തരും. അങ്ങനെ വരും. അപ്പൊ 13-നും അങ്ങനെ തന്നെ നിങ്ങളുടെ എക്സാം കഴിഞ്ഞ്. അപ്പോ എനിക്കത് ഈസ്റ്ററുമായിട്ട് അത് ക്ലബായി പോകുമെന്ന് അറിയില്ല, അത് ചോദിക്കണം. ഈസ്റ്റർ കഴിഞ്ഞിട്ട് ടീച്ചർ ഈ പി ജിയുടെ എക്സാം 2 എക്സാം ഉണ്ടോ അതോ എല്ലാ ചാപ്റ്ററും കൂടെ ഒറ്റ എക്സാം ആണോ ഉള്ളൂ? മോഡ്യൂൾ 4 ഒരു സബ്ജക്ട്, മോഡ്യൂൾ 5 അടുത്ത സബ്ജക്ട്, അങ്ങനെ 2 എക്സാം. മോഡ്യൂൾ 4 എത്ര യൂണിറ്റ്സ് ഉണ്ട്? 7 ഉണ്ട്. 7 യൂണിറ്റ്സ്. 7 യൂണിറ്റ്സ് ഒരു പേപ്പർ, ഒരു സബ്ജക്ട്. മോഡ്യൂൾ 5 4 യൂണിറ്റ്സ് ഒരു സബ്ജക്ട്. 2 ടോപ്പിക്സ് ആയതുകൊണ്ടാണ് നമ്മൾ മിക്സ് ആക്കാതിരുന്നത്. കാരണം 7 വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഡ്യൂക്കേഷൻ മാനേജ്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ,
സെലക്ട് സബ്ജക്റ്റ് ആയിട്ട് എടുക്കുന്നു, പിന്നെ പാർട്ട്ണർഷിപ്പ്. മിസ് ആ ഓക്കെ പിജിയുടെ ടീച്ചർ, താങ്ക് യു. ഒരു ബുക്കും കൂടി ഉണ്ടല്ലോ, അത് നമുക്ക് ജസ്റ്റ് വായിക്കാനുള്ളതാണ്. PGയുടെ ഒരു ബുക്കും കൂടിയോ? അതേതാ? അത് PGയുടെ ആയിരിക്കില്ല, നമ്മുടെ ആ പ്രാക്ടിക്കൽ സെഷന്റെ ബുക്കാണ്. പ്രാക്ടിക്കൽ സെഷൻ അല്ലേ? അത് ഞാൻ ക്ലാസ് എടുത്തിരുന്നല്ലോ. നിങ്ങൾ പ്രാക്ടിക്കൽസിന് വരുന്നതിന് മുമ്പ് ഒരു ബ്രീഫിംഗ് ഒരു ദിവസം ഈവനിങ് എടുത്തില്ലേ? അതിന്റെ ഡീറ്റെയിൽസ് ആണ് അതില് അല്ലേ? അത് വായിച്ചു നോക്കിയ കുറെ ആക്ടിവിറ്റീസും ഡെമോൺസ്ട്രേഷനും ആണ്. അതിലെ കുറെ ഡീറ്റെയിൽസ് ആണ് നിങ്ങളുടെ 5ാമത്തെ റെക്കോർഡിൽ എഴുതിയിരിക്കുന്നത്. റെക്കോർഡ് വായിച്ച് അതും വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് പ്രാക്ടിക്കൽ സെഷനാണ്. അത് തന്നെ നിറയെ റെക്കോർഡിൽ എഴുതേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ അത്യാവശ്യം വേണ്ടുന്ന പോയിന്റ്സ് മാത്രം നമ്മൾ പ്രാക്ടിക്കലിന്റെ റെക്കോർഡിൽ എഴുതിയിട്ടുള്ളൂ. സെയിം തന്നെ എക്സ്പാൻഡ് ചെയ്ത് ഇലാബറേറ്റ് ചെയ്തിട്ടാണ് ആ ബുക്കിലുള്ളത്. പിന്നെ കുറെ അപ്ഗ്രഡേഷനും അതിനകത്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോ റീസെന്റ് കുറെ കുട്ടികൾ സംശയം ചോദിച്ചു, എന്താണ് ഈ AMI, എന്താണ് MMI? AMI എന്താന്ന് നിങ്ങൾക്കറിയാലോ. എന്താ AMI? AMI ഡോക്ടർ മറിയ മോണ്ടിസോറി എസ്റ്റാബ്ലിഷ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളുടെ ചാപ്റ്ററിൽ ഉണ്ടല്ലോ. അസോസിയേഷൻ മോണ്ടിസോറി ഇന്റർനാഷണൽ. ഡെൻമാർക്കിലാണ് അവരത് സ്ഥാപിച്ചത്. പക്ഷെ നമ്മുടെ ടെക്സ്റ്റിൽ കിടക്കുന്ന സൗത്ത് അമേരിക്കയിൽ നിന്നാണ്. അതൊന്ന് കറക്റ്റ് ആക്കുക, ഡെൻമാർക്കാണ്. ഓക്കെ, ഈ അസോസിയേഷൻ മോണ്ടിസോറി ഇന്റർനാഷണൽ അതൊരു എന്താ പറയുക അസോസിയേഷൻ ആണ്. അതുപോലെ തന്നെ MMIയും അതുപോലുള്ള ഒരു അസോസിയേഷൻ ആണ്, മോഡേൺ മോണ്ടിസോറി ഇന്റർനാഷണൽ. അതായത് നമ്മൾ ഗവൺമെന്റ് സ്കൂളും മാനേജ്മെന്റ് സ്കൂളും തമ്മിലുള്ള ഡിഫറൻസ് ഇല്ലേ? ഗവൺമെന്റ് സ്കൂളിൽ നമ്മൾ ഗവൺമെന്റിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ചാണ്. മാനേജ്മെന്റ് സ്കൂൾ എന്ന് പറഞ്ഞാൽ അവർ ഫ്ലെക്സിബിൾ ആണ്, ഫ്ലെക്സിബിലിറ്റി. മാനേജ്മെന്റിന് പല കാര്യങ്ങളും തീരുമാനിക്കാം. അപ്പോ AMI എന്ന് പറയുന്നതിലും MMI എന്ന് പറഞ്ഞ മെത്തേഡിലും പഠിപ്പിക്കുന്നത് മോണ്ടിസോറി മെത്തേഡ് തന്നെയാണ്. പക്ഷെ AMIയില് ഓതന്റിക് ആയിട്ടുള്ള മോണ്ടിസോറി മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഡോക്ടർ മോണ്ടിസോറി ഡിസൈൻ ചെയ്ത ആ ഒരു രീതി ഉണ്ടല്ലോ, വളരെ ഓതന്റിക് ആയിട്ടുള്ള മെത്തേഡ്. MMIയില് പുതിയ പുതിയ അപ്ഗ്രഡേഷനും കൂടെ ചേർക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില മോണ്ടിസോറി സ്കൂൾ എന്ന് പറഞ്ഞ ചിലയിടത്ത് നമ്മൾ ചെല്ലുമ്പോൾ ചില മെറ്റീരിയൽസ് ഒക്കെ ഡോക്ടർ മറിയ മോണ്ടിസോറി ഡിസൈൻ ചെയ്യാത്തതൊക്കെ ഇരിക്കുന്ന കാണാം. ചിലപ്പോൾ പ്ലാസ്റ്റിക്കിലൊക്കെ കാണാം. അതൊക്കെയാണ് MMIയുടെ ഒരു വ്യത്യാസം. പിന്നെ AMI എന്ന് പറഞ്ഞാൽ പ്യുവർ മോണ്ടിസോറി രീതിയിൽ, അത് ജപ്പാനിലും ചൈന അങ്ങനെയുള്ള ഇടത്തൊക്കെയാണ്. പിന്നെ ഇപ്പോ പാരന്റ്സ് ഡിമാൻഡ് ചെയ്യാണ് കുട്ടികളെ കൊണ്ട് എഴുതിപ്പിക്കണം, അവർക്ക് ഇമ്പോസിഷൻസ് കൊടുക്കണം, ഇത്ര ടൈംസ് എഴുതിപ്പിക്കണം, കോപ്പി റൈറ്റിംഗ് വേണം എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ MMI മെത്തേഡിലാണ് വരുന്നത്. നമ്മൾ പഠിപ്പിക്കുന്നത് ഓതന്റിക് ആയിട്ട് AMI മെത്തേഡാണ്. മോണ്ടിസോറി തിയറി ആൻഡ് മെത്തേഡ്സിൽ നമ്മൾ അപ്ഗ്രഡേഷൻ ഒന്നും പറഞ്ഞിട്ടില്ല. ഡോക്ടർ മറിയ മോണ്ടിസോറി എന്താണോ പറഞ്ഞത് അതാണ് നിങ്ങൾ ആ പാർട്ട് 3 പഠിച്ചത്. ബാക്കി കാര്യങ്ങളിൽ, അതായത് ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ അങ്ങനെ കുറച്ച് ജനറൽ ടോപ്പിക്സ് ഉണ്ടായിരുന്നില്ലേ, അതിലൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തു. കാരണം ഇമ്മ്യൂണൈസേഷൻ ചാർട്ട് അതൊക്കെ പഴയത് വെച്ചിരിക്കേണ്ട കാര്യമില്ലല്ലോ. അവിടെയൊക്കെ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം. തിയറി, മെത്തേഡ്സ് ആൻഡ് ആപ്ലിക്കേഷൻ മറിയ മോണ്ടിസോറിയുടെ വായിൽ നിന്ന് വന്നത് മാത്രമാണ് നമ്മൾ ഫോളോ ചെയ്തിരിക്കുന്നത്. അപ്പൊ അതൊരു AMI മെത്തേഡാണ്. MMIയിൽ കുറച്ചുകൂടെ അവർ ചൈൽഡ് ഡെവലപ്മെന്റിന്റെ പല കാര്യങ്ങളും ആഡ് ചെയ്ത് അങ്ങനെ ഇങ്ങനെ പോയി. ഇതൊക്കെ നമ്മളുടെ ഒരു ഇഷ്ടം, ഏത് രീതിയിൽ പഠിക്കണം എന്നുള്ളത്. ഫ്ലെക്സിബിലിറ്റി MMIയിലുണ്ട്, അപ്ഗ്രഡേഷൻ ഉണ്ട്. രണ്ടും പക്ഷെ ഫോക്കസ് ചെയ്യുന്നത് ചൈൽഡ് ഡെവലപ്മെന്റിലാണ്. അങ്ങനെ ഒരു ഡൗട്ട് ആരെങ്കിലും എന്തെങ്കിലും രീതിയിൽ ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പറയാനായിട്ട് പറ്റണം എന്നുള്ളത്. MMI എന്ന് പറഞ്ഞാൽ മോഡേൺ മോണ്ടിസോറി ഇന്റർനാഷണൽ, AMI എന്ന് പറഞ്ഞാൽ അസോസിയേഷൻ മോണ്ടിസോറി ഇന്റർനാഷണൽ. അത് ഡോക്ടർ മറിയ മോണ്ടിസോറിയാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്, ഡെൻമാർക്കിലാണ്. അന്ന് ഈ AMI എന്ന് പറയുന്നത് 1980s 1960s ആ കാലഘട്ടത്തിലെങ്ങാണ്ടാണ് വന്നത്. എന്നുവെച്ചാൽ ലേറ്റർ പിന്നീട് വന്നൊരു മെത്തേഡ്. നമ്മളിപ്പം പല ടൈപ്പ് ബോർഡ് ഉണ്ടെന്ന് പറയുന്ന പോലെ സ്റ്റേറ്റ് ബോർഡ്, CBSE ബോർഡ്, ICSE, IISE അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ബോർഡ്സ് ഉണ്ടല്ലോ. പിന്നെ യൂണിവേഴ്സിറ്റികളുണ്ട്, ഓരോന്ന് പുതിയതും ഉണ്ടാകുന്നുണ്ട് അല്ലെ, പുതിയ രീതിയിലുള്ള പഠന രീതികളും ഒക്കെ വരുന്നുണ്ട്. അതാണ് MMIയിൽ അവരിങ്ങനെ ഓരോ പ്രാവശ്യം അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ AMIയിൽ ഓതന്റിക് രീതിയിലുള്ള മോണ്ടിസോറി മെത്തേഡ്. മറിയ മോണ്ടിസോറി എന്തെല്ലാമാണോ പോസ്റ്റുലേറ്റ് ചെയ്തത്, ഇപ്പൊ എവിടെയെങ്കിലും ഇന്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ ചോദിച്ചാൽ പറയാം, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടില് മോണ്ടിസോറി മെത്തേഡ് AMI രീതിയിലാണ് പഠിച്ചിരിക്കുന്നത്. ബാക്കി റിലേറ്റഡ് ടോപ്പിക്സ് മാത്രമേ അപ്ഗ്രഡേഷൻ ഉള്ളൂ. MMI അപ്ഗ്രഡേഷൻ അപ്ഡേറ്റ് ആണ്. ഏതാണ് ബെറ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല്
നമുക്ക് മോണ്ടിസോറി മെത്തേഡിൽ തന്നെ കുട്ടിയെ പഠിപ്പിക്കണമെങ്കിൽ നമുക്ക് AMI മെത്തേഡ് യൂസ് ചെയ്യാം. അതല്ല കുറച്ചുകൂടെ എന്താ പറയാ ട്രഡീഷണൽ വേയിലൊക്കെ പോകണമെങ്കിൽ MMIയിലൂടെ പോകാം. പല അറിയില്ല. കേരളത്തില് MMI ആണോ കേരളത്തില് ഫോളോ ചെയ്യണ ഏകദേശം? ഞാൻ പോയ സ്കൂളിലിപ്പോ പ്ലാസ്റ്റിക്കിന്റെ കുറച്ച് പുതിയ ഇതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോ ശരിക്കും അതൊരു MMI ആയിരിക്കും അല്ലെ? മോഡേൺ മോണ്ടിസോറി ഇന്റർനാഷണൽ മോണ്ടിസോറി മെത്തേഡ് നമ്മുടെ ഇന്ത്യയിലൊന്നും അങ്ങനെ ഫോളോ ചെയ്യുന്നൊന്നുമില്ല. എന്നാലും ചിലര് കുറെ കൂടെ പിന്നെ നമുക്ക് പെർസെന്റേജ് വൈസ് ആണെങ്കിൽ പറയാം ഒരു 90% പ്യുവർ മോണ്ടിസോറി മെത്തേഡും വളരെ ചെറിയ അളവില് 10%. ഇപ്പൊ ട്രിവാൻഡ്രത്ത് ഒരു സ്കൂളിലൊരു മേഡം പറയണ്ടായിരുന്നു കുട്ടി ഇങ്ങനെ പാടത്തുനിന്ന് കയറി വരുന്ന പോലെ വീട്ടിൽ വരുന്നത്. കാരണം മണ്ണിലൊക്കെ കളിച്ച് അവര് കാലുകൊണ്ട് മണ്ണൊക്കെ കുഴച്ച് അതൊക്കെ എന്ന് വെച്ചാൽ മോണ്ടിസോറി മെത്തേഡിന്റെ ഒരു പ്യുവർ വേർഷൻ ആണ്. അവിടെ കാര്യമായ പഠിപ്പിക്കലൊന്നുമില്ല, ഫുൾ ആക്ടിവിറ്റീസ് ആണ്, അങ്ങനെ ഇങ്ങനെയുള്ള രീതിയിൽ പറഞ്ഞു. അപ്പൊ അവിടെ ഒരു 90-95% വരെ മോണ്ടിസോറി മെത്തേഡിൽ പോകും. ഞാൻ പറഞ്ഞല്ലോ പാരന്റ്സ് ഡിമാൻഡ് ചെയ്യുമ്പോൾ സ്കൂളുകാർക്ക് എന്താ അഡ്മിഷൻ വേണം, സ്കൂള് നല്ല രീതിയിൽ പോകണം. ഇപ്പൊ പാരന്റ്സിന്റെ റിക്വസ്റ്റും ഡിമാൻഡും അവർ ശ്രദ്ധിക്കും. അപ്പൊ അവരൊന്ന് അപ്ഗ്രേഡ് ചെയ്യും. പക്ഷെ ഫോക്കസ് ചെയ്യുന്നത് രണ്ടും ഒന്ന് തന്നെയാണ്, ചൈൽഡ് ഡെവലപ്മെന്റ്. അത് സെൻസോറിയൽ എഡ്യൂക്കേഷനും ആക്ടിവിറ്റി ഓറിയന്റഡുമായിട്ടുള്ള ചൈൽഡ് ഡെവലപ്മെന്റ് തന്നെയാണ് രണ്ട് അസോസിയേഷനും ഫോക്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് രണ്ടും തെറ്റൊന്നുമില്ല. നമ്മൾ ബാക്കി എന്തെല്ലാം കാര്യങ്ങളിൽ പ്ലാസ്റ്റിക്സ് യൂസ് ചെയ്യുന്നു, സോ ഇതിൽ ഉപയോഗിച്ചാൽ എന്താന്നൊക്കെ ഒരു ക്വസ്റ്റ്യൻ വരാം. പക്ഷെ കുട്ടികൾക്ക് ടച്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു വ്യത്യാസം പ്ലാസ്റ്റിക് ഇതിലൊക്കെ ഉണ്ടാവും. ഓക്കെ, സോ നമ്മള് ടൈപ്പ് ഓഫ് സൂപ്പർവിഷന്റെ കാര്യങ്ങൾ പറയുമായിരുന്നു. ക്ലിനിക്കൽ സൂപ്പർവിഷന്റെ 5 സ്റ്റേജസ്, അത് നമ്മൾ ഒബ്സർവേഷൻ മാത്രം പറഞ്ഞു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഒബ്സർവേഷനിലെ പ്രീ ഒബ്സർവേഷൻ കോൺഫറൻസ് നമുക്ക് ജനറലി ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം എടുക്കുകയാണെങ്കിൽ ഒരു സെഷൻ ഒരു ടീച്ചർ എടുക്കാനായിട്ട് പോകുമ്പോൾ സൂപ്പർവൈസർ ഏതെല്ലാം രീതിയിലാണ് ടീച്ചറെ ഹെൽപ്പ് ചെയ്യുന്നത്, അതൊരു ക്ലിനിക്കൽ ടൈപ്പ് ഓഫ് സൂപ്പർവിഷൻ ആണെങ്കിൽ അതിന് വരുന്ന സ്ട്രാറ്റജീസ് നമുക്കറിയാം. ക്ലിനിക്കൽ മെഡിക്കൽ ഫീൽഡിലായിരുന്നു എന്ന് പറഞ്ഞു. നമ്മളിപ്പോ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നമ്മൾ കാണാം ഡോക്ടർ റൗണ്ട്സിന് വരുമ്പോൾ ഡോക്ടറെ ചുറ്റിപ്പറ്റി കുറേ സ്റ്റുഡൻസ് ഉണ്ടാവും, കുറെ മെഡിക്കോസ് ഉണ്ടാവും അല്ലെ, സ്റ്റുഡൻസ് ഹൗസ് സർജൻസി ചെയ്യണവരും അങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നവരൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇവിടെയും അതുപോലെ തന്നെയാണ്, ടീച്ചറും സൂപ്പർവൈസറും സൂപ്പർവൈസി. അവിടെ ഡോക്ടറാണ് സൂപ്പർവൈസർ, മെയിൻ ആയിട്ടുള്ള ആള് സൂപ്പർവൈസി ആണ് ഈ സ്റ്റുഡൻസ്. അപ്പൊ സ്റ്റുഡൻസ് പല കാര്യങ്ങൾ നോട്ട് ചെയ്യുന്നു, പലതും പഠിക്കുന്നു. അത് കഴിഞ്ഞ് ഡോക്ടർ പോയി കഴിയുമ്പോൾ ഓരോ പേഷ്യൻസിന്റെ അടുത്ത് വന്ന് അവർ പല കാര്യങ്ങളൊക്കെ നോക്കും, ബ്ലഡ് പ്രഷർ ഷുഗർ അങ്ങനെ ഓരോ കാര്യങ്ങളും കുറെ വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്നു. അതുപോലെ തന്നെയുണ്ട് ഇവിടെ. നമുക്ക് പേഷ്യൻസിന് പകരം ഇവിടെ കുട്ടികളാന്നേ ഉള്ളൂ അല്ലെ. കുട്ടികളെ ടീച്ചർ ഡീൽ ചെയ്യാൻ പോകുന്നത് ഒരു സെഷൻ എടുക്കാൻ പോകുവാണെങ്കിൽ ഒരു സൂപ്പർവൈസറുടെ ഭാഗത്ത് നിന്ന് എന്തെല്ലാം സപ്പോർട്ടാണ് കിട്ടുന്നത് എന്നുള്ള രീതിയിലായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത്. ഇപ്പൊ പ്രീ ഒബ്സർവേഷൻ കോൺഫറൻസ്, നിങ്ങളൊരു സെമിനാർ ഇപ്പൊ പലരും ക്ലാസ്സിൽ എടുക്കുന്നുണ്ട്. സെമിനാർ എടുക്കുന്നതിന് മുമ്പ് ഒന്നുമില്ലെങ്കിൽ വീട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ മുന്നിൽ ചെയ്തു നോക്കും, അല്ലെങ്കിൽ കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് നമ്മളിപ്പോ പറഞ്ഞു നോക്കും. ഈ ടൈം കൺസ്ട്രെയിൻ ആണെങ്കിൽ 10 മിനിറ്റിനുള്ളിൽ നിങ്ങൾ തീർക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ ടൈമർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ പ്രസന്റേഷൻ ചെയ്തുകൊണ്ട് ഞാൻ പറയുമായിരുന്നു, ഞാൻ ടൈമറൊക്കെ എനിക്കിവിടെ വീട്ടില് കുട്ടികളെ വെച്ചിട്ട് ചെയ്യാനായിട്ടുള്ള ഇത് കിട്ടിയില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, മൊബൈലിൽ ടൈമർ സെറ്റ് ചെയ്തിട്ട് ഞാൻ തന്നെ ഇങ്ങനെ ലാപ്ടോപ്പ് ഓൺ ചെയ്ത് സ്ക്രീനിൽ വീഡിയോ ഓൺ ചെയ്തിട്ട് ഞാൻ തന്നെ ഇങ്ങനെ അത് നോക്കി പറഞ്ഞു. അപ്പൊ എനിക്ക് കറക്റ്റ് ടൈം കീപ്പ് ചെയ്യാനായിട്ട് പറ്റി. 10 ഒരു +2 minutes അത്രയും അവർ പറഞ്ഞു. പക്ഷെ 11 minutes പ്രസന്റേഷൻ എനിക്ക് കൺക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റി. സോ അങ്ങനെ നമ്മൾക്ക് അങ്ങനെ ഒരു ടൈം കൺസ്ട്രെയിൻസ് ഉണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് ചെയ്യാം. അപ്പൊ അത് പ്രീ ഒബ്സർവേഷൻ കോൺഫറൻസ്. അതാണ് എന്താണ് ആ ടീച്ചർ ചെയ്യാൻ പോകുന്നത്, എന്താണ് സ്റ്റുഡൻസ് എക്സ്പെക്ട് ചെയ്യുന്നത്, അങ്ങനെയുള്ളതെല്ലാം ആ ലെസണിന് ആരോ ഒരാൾ വിളിച്ചിരിക്കുക സമയത്ത് അറ്റൻഡ് ചെയ്യാൻ പറ്റി. വിളിക്കുകയായിരുന്നു. വൈബയുടെ കാര്യം ചോദിച്ചിട്ട് PG ക്ലാസ് കഴിഞ്ഞ ഉടനെ വൈബ ആൾ ഇതിനകത്തുണ്ടോ? ഉണ്ട് മാം. സ്മിനിയാണോ? ഓക്കെ. ഇപ്പൊ ചെയ്യാനാണോ ഈ ക്ലാസ് കഴിഞ്ഞ ഉടനെയാണോ? അങ്ങനെ ചെയ്യാൻ മാമിന് പറ്റൂ എന്നറിയാൻ വേണ്ടിട്ട്. ഹാഫ് അവർ കഴിഞ്ഞിട്ട് പറ്റൂ, കാരണം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല, അതുകൊണ്ട്. ഓക്കെ, ഹാഫ് അവർ. കുഴപ്പമില്ല. എന്റെ വാട്സാപ്പിൽ നിന്ന് കോണ്ടാക്ട് ചെയ്താൽ മതിയേ. ഓക്കെ, ശരി. ഓർത്തൊക്കെ പറഞ്ഞതാ.
സോ അപ്പൊ ക്ലാസ് എടുക്കുന്നതിന് മുമ്പ് നമ്മളൊന്ന് ചെയ്ത് നോക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. ഓടിപ്പോയി ക്ലാസ്സിലേക്ക് കയറുന്നതിനും നമ്മൾ ചെയ്ത് നോക്കുവാണെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ കോൺഫിഡന്റ് ആയിരിക്കും. നമ്മളെ കറക്റ്റ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ. എനിക്കൊന്നും ആരും ഉണ്ടായില്ല, പക്ഷെ സംഭവം അത് വലിയ കുഴപ്പമില്ലാണ്ട് നടന്നു. അപ്പം സൂപ്പർവൈസറുടെ ടാസ്ക് അതാണ്. എന്താണ് ടീച്ചർ എടുക്കാൻ പോകുന്നത് അത് മനസ്സിലാക്കിയിട്ട് ടീച്ചർ അതെടുക്കുമ്പോൾ അതിലെന്തെങ്കിലും സപ്പോർട്ട് കൊടുക്കണമെങ്കിൽ അത് സപ്പോർട്ട് കൊടുക്കും. പിന്നെ നമ്മളൊരു സെഷൻ എടുക്കുമ്പോൾ ടീച്ചർ പലപ്പോഴും കുട്ടികളോട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ കുട്ടികൾ ചില ഡൗട്ട്സ് ചോദിക്കാം, ടീച്ചർ ചിലപ്പോൾ അങ്ങോട്ട് എന്തെങ്കിലും ചോദിക്കാം. ആ സെഷനിൽ കുട്ടികൾ ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ടോ, അവരുടെ ബിഹേവിയർ, അങ്ങനെയുള്ള കുറെ മൂവ്മെന്റ് പാറ്റേൺസ് അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടോ എന്ന് തോന്നണം ആ ഒരു ടോപ്പിക്കിൽ തന്നെ. അപ്പം ഞാൻ എടുത്ത ടോപ്പിക് ഭയങ്കര ഒരു ഡ്രൈ ആയിട്ടുള്ള സബ്ജക്റ്റ് ആയിരുന്നു. അപ്പൊ നമ്മൾ അസ്യൂം ചെയ്യേണ്ടത് നമ്മുടെ മുന്നിൽ കുട്ടികളാണ് ഇരിക്കുന്നത്. പക്ഷെ ഇരിക്കുന്നത് കുട്ടികളല്ല, ഞങ്ങൾ ഒരുമിച്ച് പഠിക്കുന്ന കുറെ ആൾക്കാരാണ്. എല്ലാവരും നല്ല ഏജ്ഡ് ആയിട്ടും പല പല പ്രൊഫഷനിലുള്ളത് ഞങ്ങളുടെ ട്രെയിനേഴ്സും ആണ് ഇരിക്കുന്നത്. അപ്പൊ ഞാൻ കുട്ടികളാണെന്ന് അസ്യൂം ചെയ്തിട്ട് നമ്മൾ എടുക്കുന്നത്. +2 10th ആ അങ്ങനെയുള്ള കുട്ടി. ആ കുട്ടികളുടെ ഒരു രീതിയിലുള്ള ടോണിൽ നമ്മൾ പോകണമായിരുന്നു. അതായത് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ. അതായത് നമുക്ക് സാർ ഞങ്ങളോട് പറഞ്ഞത് എങ്ങനെയാണ്, കുട്ടികൾക്ക് കൊതി വരണം ആ ഒരു കോഴ്സ് ചെയ്യാനായിട്ട്. അപ്പൊ ആ ഒരു രീതിയിലായിരുന്നു ടോപ്പിക് സെലക്ട് ചെയ്തെടുത്തത്. അപ്പൊ ഡേറ്റ സയൻസ് ആയിരുന്നു ഞാൻ എടുത്തത്. ആദ്യം മോണ്ടിസോറി മെത്തേഡ് എടുക്കണം എന്നൊക്കെ ഞാനിങ്ങനെ വിചാരിച്ച് ഞാൻ അത് ചെയ്യാമെന്ന് വിചാരിച്ചപ്പോ നമ്മുടെ ഒരു ബാച്ചിലെ മോണ്ടിസോറി ബാച്ചിലെ തന്നെ ഒരു കുട്ടി 8th ബാച്ചിലെ ഒരു കുട്ടി ആ ഒരു കോഴ്സിന് ജോയിൻ ചെയ്തിരുന്നു. അപ്പൊ ആ കുട്ടി കൊടുത്ത ടോപ്പിക് മോണ്ടിസോറി മെത്തേഡ്. അതുകൊണ്ട് ഞാൻ ആ പെട്ടെന്ന് തന്നെ അത് മാറ്റിയിട്ട് ഞാൻ ഡേറ്റ സയൻസ് എന്നുള്ളൊരു കോഴ്സാണ് എടുത്തത്. അന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വൈഡാണ്, ഭയങ്കര ബോറിംഗും ആണ്, ഭയങ്കര അങ്ങനെയുള്ളതാണ്. ഞാൻ പക്ഷെ അതൊന്ന് ഇംപ്രൊവൈസ് ചെയ്ത് എടുത്തു. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അതിനെപ്പറ്റി അറിയില്ലാത്ത ഒരാൾക്ക് പോലും ഇഷ്ടം തോന്നി അതിലങ്ങ് ജോയിൻ ചെയ്യും. ആ രീതിയിൽ പറഞ്ഞ് എടുത്ത് അങ്ങനെ നമ്മൾ ക്ലാസ് എടുക്കണം എന്നാണ് പറയുന്നത്. ഇഷ്ടം തോന്നി കുട്ടികൾ പഠിക്കും, അല്ലാണ്ട് ഓരോ ഇങ്ങനെ. അപ്പൊ അവരെ ഇവിടെ മൂവ്മെന്റ് അവർ ശ്രദ്ധിക്കാതൊക്കെ ഇരിക്കും. ഒരു ഡിഫൻറ്റീവ് വേയിലൊക്കെ ചില കുട്ടികൾ ഇരിക്കും. അപ്പൊ അങ്ങനെയൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുമ്പോൾ അവർക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടില്ല, അവർക്ക് ക്ലാസ് താല്പര്യമില്ല എന്നൊക്കെ ഉള്ള രീതിയിൽ മനസ്സിലാവും. ഇതൊക്കെ ബിഹേവിയറൽ പാറ്റേൺ ഒക്കെ നമുക്ക് ഒബ്സർവ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റണം. എഡ്യൂക്കേഷൻ സൈക്കോളജിയിൽ നമ്മൾ പറഞ്ഞു നമ്മളുടെ ഒബ്സർവേഷൻ അത് ക്ലാസ് എടുക്കുമ്പോഴും നമ്മൾ ചെയ്യണം. അപ്പോഴാണ് ആ കുട്ടിക്ക് എങ്ങനെ കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യണം, എങ്ങനെ ആ കുട്ടിയെ പഠിപ്പിക്കണം എന്നുള്ളത് നമുക്ക് മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ നമ്മളൊരു പ്ലാറ്റ്ഫോമിൽ നിന്ന് ബോർഡിൽ നോക്കി ഇതൊക്കെ എഴുതി ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ അത് കുട്ടികളുടെ ഉള്ളിലേക്ക് കയറുകയില്ല, അവർക്കത് മനസ്സിലായെന്നുള്ളത് നമുക്ക് മനസ്സിലാവുകയില്ല. അതൊക്കെ ശരിക്കും സൂപ്പർവൈസർ നമ്മളെ ഹെൽപ്പ് ചെയ്യും, എങ്ങനെയാണ് അതൊക്കെ മനസ്സിലാക്കുക എന്നുള്ളത്. കുട്ടികളുടെ ബിഹേവിയർ, അവരുടെ മൂവ്മെന്റ് പാറ്റേൺസ്. പിന്നെ ഡേറ്റ വേണമെങ്കിൽ റെക്കോർഡ് ചെയ്യും. ഇപ്പൊ മിക്ക ക്ലാസ് റൂമുകൾ സ്മാർട്ട് ക്ലാസ് റൂമുകളൊക്കെ ആക്കിയിട്ടുണ്ട്, ക്യാമറയൊക്കെ വെച്ചിട്ടുണ്ട്, വേണമെങ്കിൽ റെക്കോർഡ് ചെയ്യാം. പിന്നെ എഴുതാം എന്തെങ്കിലും രീതിയിലുള്ള സ്ക്രിപ്റ്റ്, വെർബേറ്റിം ട്രാൻസ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റൈറ്റേഴ്സ് ഒക്കെ എഴുത്തുകാരൊക്കെ എഴുതുന്ന പോലുള്ള ഡയറക്റ്റ് ട്രാൻസ്ക്രിപ്റ്റ് നമ്മൾ കണ്ടിട്ടില്ലേ? ചില ഫങ്ഷൻസ് ഒക്കെ നടക്കുമ്പോൾ ചിലരിങ്ങനെ കുത്തിക്കുറിക്കുന്നത്, അതിന്റെ പോയിന്റ്സ് എഴുതി വെക്കുന്നതാണ്. അത് ചില സെഷനുകളിലൊക്കെ അങ്ങനെയാ. ആ പോയിന്റ്സ് ആയിട്ട് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ നിങ്ങൾ ലെക്ചർ നോട്ട്സ് എഴുതുന്ന പോലെ തന്നെ ഓൾമോസ്റ്റ്. അനക്ഡോട്ടൽ നോട്ട്സ് എന്നൊക്കെ പറയണത് അത് തന്നെയാണ്. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. പിന്നെ പ്രസന്റേഷൻ കൊടുക്കുന്നതിന് മുമ്പ് സൂപ്പർവൈസർ ഇതൊന്ന് കാണുവാണെങ്കിൽ സൂപ്പർവൈസർ അതിനകത്ത് നോട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ, മോഡിഫൈ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഈ ഒരു ടീച്ചറിന്റെ അടുത്ത് പറഞ്ഞു. പിന്നെ ക്ലാസ് റൂം ഒബ്സർവേഷൻ സെക്കൻഡ് സ്റ്റേജിലായിട്ട് വരുന്നത്. ആ ലെസൺ നല്ല രീതിയിൽ ക്ലാസ് എടുക്കുക എന്നുള്ളതാണ്. എത്രയും ഭംഗിയാക്കാമോ അത്രയും ഭംഗിയാക്കുക എന്നുള്ളതാണ്. അപ്പോൾ സൂപ്പർവൈസർ അവിടെ ഒബ്സർവേഷനിൽ ഉണ്ടെങ്കിൽ അത് അദ്ദേഹം ആ ലെസൺ നടക്കുന്ന സമയത്ത് വളരെ ആക്യുറേറ്റ് ആയിട്ട് അത് ഡോക്യുമെന്റ് ചെയ്യും. കാരണം പലപ്പോഴും സൂപ്പർവൈസർക്ക് റിപ്പോർട്ടുകൾ പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ട് വരും. ചിലപ്പോൾ ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷന് റിപ്പോർട്ടുകൾ പ്രിപ്പയർ ചെയ്ത് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് അയക്കേണ്ടതായിട്ട് വരും. ഓരോ ആക്ടിവിറ്റീസ് സ്കൂളിൽ നടക്കുമ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് അറിയില്ലല്ലോ സ്കൂളിന്റെ രീതികളും. അപ്പൊ അത് ടീച്ചർ നല്ലപോലെ ക്ലാസ് എടുക്കുമ്പോൾ സൂപ്പർവൈസർ അതിനെ ഒരു ഡോക്യുമെന്റ് ആക്കാനായിട്ട് നോക്കും. അതാണ് ക്ലാസ് റൂം ഒബ്സർവേഷനിൽ 2 കൺസേൺസ് വരുന്നത്. അതാണ് ഇപ്പൊ ടീച്ചർ ക്ലാസ് എടുത്ത് കഴിഞ്ഞു അല്ലെ, സ്റ്റേജ് 3 ക്ലാസ് എടുക്കുന്നതിന് മുമ്പ് ഒരു പ്രീ ഒബ്സർവേഷൻ നടന്നു, സൂപ്പർവൈസർ അതിന് വേണ്ടുന്ന ഹെൽപ്പ് ഒക്കെ ചെയ്തു. ഇനി ക്ലാസ് എടുത്തു, നല്ല രീതിയിൽ സൂപ്പർവൈസർ അത് ഡോക്യുമെന്റ് ചെയ്തു. അനാലിസിസ്,
നമ്മളിപ്പോ ഒരു കുട്ടികൾക്ക് ഒരു കാര്യങ്ങൾ കൊടുത്തു കഴിയുമ്പോൾ ആ ഒരു ഡേറ്റയെ നമ്മളൊന്ന് അനാലിസിസ് നടത്തും. സൂപ്പർവൈസർ ഡോക്യുമെന്റ് ചെയ്തിട്ടുണ്ട്. അപ്പോ ഇനിയും ഒറ്റ ക്ലാസ് കൊണ്ട് തീരില്ല, ഇനിയും നെക്സ്റ്റ് സെഷൻസ് വരും. അപ്പൊ അതിനെ അനലൈസ് ചെയ്യും. എവിടെയെങ്കിലും എന്തെങ്കിലും പോരായ്മകളുണ്ടോ, ഇനി എന്തെങ്കിലും ആഡ് ചെയ്യേണ്ടതുണ്ടോ? കാരണം കുട്ടികൾ എന്തെങ്കിലും ഡൗട്ട് ചോദിക്കുകയോ, കുട്ടികളുടെ ബിഹേവിയർ എല്ലാം നമ്മൾ ഒബ്സർവ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ ഇനി വേറൊരു രീതിയിൽ ഇന്ന് കൊടുത്തതുപോലെ അല്ല, വേറൊരു രീതിയിൽ ആക്ടിവിറ്റീസും കൂടി ഇൻക്ലൂഡ് ചെയ്ത് കൊടുക്കണം. അങ്ങനെയുള്ള സ്ട്രാറ്റജി ഒക്കെ ഫൈൻഡ് ഔട്ട് ചെയ്യുക. അതാണ് സ്റ്റേജ് 3 ഡേറ്റ അനാലിസിസ് ചെയ്തിട്ട് ചെയ്യുന്നതാണ് സ്റ്റേജ് 3. അപ്പോൾ നെക്സ്റ്റ് വരുമ്പോൾ നമ്മൾ കൂടുതൽ ബെറ്റർ ആക്കാനായിട്ട് നോക്കാൻ വേണ്ടിയിട്ടാണ് സ്റ്റേജ് 3 അനാലിസിസും സ്ട്രാറ്റജി ഫൈൻഡിങ്ങും. നമ്മൾ കൊടുത്ത ടെക്നിക്സ്, നമ്മൾ ചെയ്ത രീതികൾ സക്സസ്ഫുൾ ആയോ, ഇനി അതിനേക്കാൾ കൂടിയ നല്ലൊരെണ്ണം ചെയ്യണമെന്നുണ്ടോ, അങ്ങനെയുള്ള കൺസേൺസ് ലെസൺസിനെ കുറിച്ചിട്ട്. പിന്നെ ഏത് പാറ്റേൺസ്, എങ്ങനെയുള്ള രീതികൾ കൊണ്ടുപോകണം. അപ്പൊ നിങ്ങളിപ്പോ ചെറിയ ക്ലാസ്സിൽ ചെല്ലുമ്പോൾ കുട്ടികളെ ആൽഫബറ്റ്സ് പഠിപ്പിക്കണം. ചില കുട്ടികൾ പെട്ടെന്ന് തന്നെ ട്രേസ് ചെയ്ത് പഠിക്കും. ചില കുട്ടികൾ കളർ ചെയ്ത്, ഒരു ട്രേസ് ചെയ്യുന്നതിന് പകരം കളർ ചെയ്ത് പഠിക്കും. ചില കുട്ടികൾക്ക് സാൻഡ് പേപ്പർ ലെറ്റേഴ്സിൽ ട്രേസ് ചെയ്യുമ്പോൾ തന്നെ അവർ പിന്നെ അങ്ങ് എഴുതാൻ തുടങ്ങും. ചിലർക്ക് കളറിങ് കൊടുക്കണം, എന്നാലാണ് കുറെ കളർ ചെയ്തായിരിക്കും അവര് അങ്ങനെ. അപ്പൊ എന്തൊക്കെ ടെക്നിക്സ് യൂസ് ചെയ്യണം, ഏതൊക്കെ മെത്തേഡിൽ പോകണം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാമാണ് സ്റ്റേജ് 3 നമ്മൾ ചെയ്യുന്നത്. പിന്നെയുള്ളത് സ്റ്റേജ് 4 ആണ്. സ്റ്റേജ് 4 സൂപ്പർവൈസറും ടീച്ചറും അവർ കുറെ കൂടി ഇരുന്ന് ഡിസ്കസ് ചെയ്യും, പല കാര്യങ്ങളും കൂടെ ഡിസ്കസ് ചെയ്യും. അവർ തമ്മിലൊരു ഹെൽത്തി റിലേഷൻഷിപ്പ്, നമ്മൾ പറഞ്ഞു സൂപ്പർവിഷൻ എന്ന് പറഞ്ഞാൽ ഒരു ലോങ് ടേം റിലേഷൻഷിപ്പാണ്, ഒരു ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു റിലേഷൻഷിപ്പ് ആണെന്ന് പറഞ്ഞു. അവിടെ ജഡ്ജ് ചെയ്യില്ല പരസ്പരം. ഒരാൾ അതോറിറ്റേറ്റീവ് ആയിട്ട്, അതായത് അയാൾക്കാണ് വലിയ പവർ എന്നുള്ള രീതിയിൽ ആ രീതിയിലുള്ള പെരുമാറ്റങ്ങൾ നോക്കുക. അപ്പൊ അങ്ങനെ പരസ്പരം ഒരു തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിങ്, ഒരു മ്യൂച്വൽ റെസ്പെക്ട്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരും. അതെല്ലാം ഈ കോൺഫറൻസ് സെഷൻസിൽ അവർ ഓപ്പൺ ആയിട്ടിരുന്ന് പല കാര്യങ്ങളും അനലൈസ് ചെയ്ത് സംസാരിക്കുന്ന ആ ഒരു കാര്യങ്ങൾ ഒക്കെ ക്ലാസ് റൂം ടൈമിൽ ആ ഒരു സെഷൻ കഴിയുമ്പോൾ തന്നെയാണ് ഈ അനാലിസിസും ഇതെല്ലാം നടക്കുന്നത്. എന്തെങ്കിലും പിന്നെ സ്റ്റുഡൻസിന് എന്തെങ്കിലും ഒരു ഇവന്റ്സ്, എന്തെങ്കിലും ഒരു പ്രോഗ്രാം, എന്തെങ്കിലും ഒരു പാറ്റേൺ ടൈപ്പ് ഒരു ആക്ടിവിറ്റി ഒക്കെ കൊടുക്കുമ്പോൾ അതെങ്ങനെ അതിൽ നിന്നും കുട്ടികൾ ലേണിംഗ് പ്രോസസ്സിലൂടെ കടന്നു പോകും, അങ്ങനെയുള്ളത്. ഇതിനകത്ത് കൂടുതൽ ഡേറ്റ പറഞ്ഞിരിക്കുന്നത് മെഡിക്കൽ ഫീൽഡുമായിട്ട് കണക്ട് ചെയ്ത കേട്ടോ. നമുക്ക് എഡ്യൂക്കേഷൻ, നമ്മളുടെ ആ ഒരു സ്കൂള്, ആ ഒരു ലെവലിലുള്ളതാണ് ഞാനിപ്പോ സിമ്പിൾ ആയിട്ടത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നെക്സ്റ്റ് പോസ്റ്റ് കോൺഫറൻസ് അനാലിസിസ്. ഇതെല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് എല്ലാം ആ ടീച്ചറുടെ പെർഫോമൻസ് എക്സാമിൻ ചെയ്യുന്നു. നല്ല രീതിയിൽ തന്നെ ആ ഒരു ക്ലിനിക്കൽ സൂപ്പർവിഷൻ സൈക്കിളിൽ അത് ലാസ്റ്റ് അത് എക്സാമിൻ ചെയ്യുന്നു. എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതെല്ലാം അഡ്രസ് ചെയ്യും. ടീച്ചർക്ക് ഏതെങ്കിലും ഇപ്പൊ സോട്ട് അനാലിസിസ് ഒക്കെ നമ്മൾ പറയുന്ന പോലെ എവിടെയെങ്കിലും ഒരു വീക്ക്നെസ്, അതായത് ഇപ്പൊ ശബ്ദത്തിൽ എന്തെങ്കിലും പ്രശ്നം, ത്രോട്ടിന് എന്തെങ്കിലും ഇഷ്യൂസ് എല്ലാം വരാലോ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു വീക്ക്നെസ്, സ്പീഡ്, അല്ലെ ചില സെഷൻ എടുക്കുമ്പോൾ ചിലപ്പോൾ പ്രാക്ടീസ് ചെയ്തതിനേക്കാൾ സ്പീഡിൽ അങ്ങ് സെഷൻ എൻഡ് ആയി പോകും. അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ, അല്ലെങ്കിൽ ലോ വോയിസ്, അങ്ങനെ പല കാര്യങ്ങളും അനലൈസ് ചെയ്ത് ആ ടീച്ചറെ ഹെൽപ്പ് ചെയ്യുന്നു. അതൊക്കെ കറക്റ്റ് ചെയ്യാൻ, അടുത്ത സെഷനിലേക്ക് വരുമ്പോൾ കറക്റ്റ് ചെയ്യാനായിട്ട്. പിന്നെ ചില ലെസൺ കൊടുക്കുന്ന ലെസൺസിലെ ചില ഭാഗങ്ങൾ കുറച്ചുകൂടെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് പറയണമെന്ന് തോന്നുവാണെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യണമെന്നുണ്ടോ, അല്ലെങ്കിൽ നെക്സ്റ്റ് സെഷനിൽ അതെല്ലാം ആഡ് ചെയ്യുന്ന കാര്യങ്ങളും അങ്ങനെയെല്ലാം എങ്ങനെയാണ് ലെസൺസ് ഇംപ്രൂവ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യും. ഇതൊക്കെയാണ് ആ ഒരു ക്ലിനിക്കൽ സൂപ്പർവിഷനിലെ 5 സ്റ്റേജസ് ആയിട്ട് വരുന്നത്. സെഷൻ കൊടുക്കുന്നതിന് മുമ്പ് രണ്ടുപേരും മീറ്റ് ചെയ്ത് ജസ്റ്റ് ഒരു ഡെമോ പോലെയൊക്കെ ചെയ്ത് നോക്കും. എന്തെങ്കിലും ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കും. പിന്നെ അത് കൂടുതൽ അനലൈസ് ചെയ്യണമെങ്കിൽ മുന്നിൽ കുട്ടികൾ ഇരിക്കുമ്പോഴാണ് കറക്റ്റ് ഏത് മെത്തേഡിലേക്ക് പിന്നെ പോകാമെന്ന് പറയാൻ പറ്റുള്ളൂ. അതാണ് ലെസൺ കൊടുക്കുന്ന സമയത്ത് ഒബ്സർവേഷനും കുട്ടികളുടെ മൂവ്മെന്റും അവർ ശ്രദ്ധിക്കുന്നത്, അതെല്ലാം നോക്കിയിട്ട് അതിനനുസരിച്ച് നെക്സ്റ്റ് സെഷനിൽ ശ്രദ്ധിക്കണം എന്നുള്ള രീതിയിൽ അവര് സംസാരിക്കും. പിന്നെ അനാലിസിസ് ആണ്, ഇനി എന്തെങ്കിലും രീതിയിൽ അത് ഇംപ്രൂവ് ആക്കാനുള്ള അനാലിസിസും അതിന് വേണ്ട സ്റ്റെപ്സും. പിന്നെ അവര് തമ്മിലുള്ള ഒരു കോൺഫറൻസ് സെഷൻ, ഒരു കമ്മ്യൂണിക്കേഷൻ, കോൺവെർസേഷൻ പോലെ സംസാരിച്ച ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് അവള് കൂളാക്കുന്നു ടീച്ചർ. പിന്നെ അതിന് ശേഷം നമുക്ക് ഇനി എന്തെല്ലാം ഇംപ്രൂവ്മെന്റ്സ് കൊടുക്കാം എന്നുള്ള രീതിയിൽ ടീച്ചർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ അഡ്രസ്സ് ചെയ്ത് അത് പോസ്റ്റ് കോൺഫറൻസ് അനാലിസിസിൽ വരുന്നത്.
ഇത്രയും കാര്യങ്ങളാണ് ക്ലിനിക്കൽ സൂപ്പർവിഷന്റെ 5 സ്റ്റേജസ്. നമ്മൾ പൊതുവെ സ്കൂളുകളിൽ ക്രിയേറ്റീവ് സൂപ്പർവിഷൻ ആണ് കൂടുതൽ എൻകറേജ് ചെയ്യുന്നത്. കാരണം അവിടെ ക്രിയേറ്റിവിറ്റിക്ക്, ടീച്ചറുടെ പൊട്ടൻഷ്യലിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് ക്രിയേറ്റീവ് സൂപ്പർവിഷനിൽ. അവർക്ക് ഫ്രീ ആണ്, നല്ല ഫ്രീഡം ഉണ്ട്. അവർക്ക് അവരുടേതായ ഐഡിയാസ് പറയാനും എക്സ്പ്രസ് ചെയ്യാനും എല്ലാം ഉള്ളൊരു ഫ്രീഡം ഉണ്ട്. ഒരു ഗ്രോയിങ് ടീച്ചറെയാണ് ആ ഒരു സ്കൂൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ക്രിയേറ്റീവ് സൂപ്പർവിഷൻ ആണ് ബെസ്റ്റ്. കറക്റ്റീവ് സൂപ്പർവിഷനും കുഴപ്പമില്ല, കാരണം അവിടെ കറക്റ്റ് ചെയ്യുവാണല്ലോ. എവറി ടൈം നമുക്ക് അങ്ങനെ ഫെയിലിയർ വരണമെന്നില്ല കറക്റ്റ് ചെയ്യുന്നത്. കറക്റ്റീവ് സൂപ്പർവിഷനും ക്രിയേറ്റീവ് സൂപ്പർവിഷനും ഒക്കെ മിക്സ് ചെയ്ത് ആ രീതിയിൽ സൂപ്പർവിഷൻ പോകും അവിടുത്തെ രീതികൾ അനുസരിച്ച്. ഓക്കെ, നെക്സ്റ്റ് കുറച്ച് ഫീച്ചേഴ്സ് ആണ് ഈ ഒരു സൂപ്പർവിഷന്റെ. ക്യൂരിയോസിറ്റി. സൂപ്പർവൈസറിന്റെ നമ്മൾ പറഞ്ഞത് വളരെയധികം പൊട്ടൻഷ്യൽ ഉള്ള, പ്രൊഫഷണലി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളായിരിക്കണം സൂപ്പർവൈസർ. നമ്മൾ പറഞ്ഞു പേജ് നമ്പർ 85 ആണ്. അപ്പൊ വെർബൽ ആൻഡ് നോൺ വെർബൽ എലമെന്റ്സ് അത് നല്ല പോലെ മനസ്സിലാക്കണം. നമ്മൾ നമ്മുടെ സുഹൃത്തുക്കളുടെ, നമ്മളുടെ വളരെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാര് സംസാരിച്ചില്ലെങ്കിലും അവരുടെ ഫീലിങ്സ് മനസ്സിലാക്കണേ. അതുപോലെ തന്നെ സൂപ്പർവൈസർക്കും അതുപോലെ ഒരു അവയർനെസ് ഉണ്ടാകണം. ബോത്ത് വെർബൽ ആൻഡ് നോൺ വെർബൽ എലമെന്റ്സ് രണ്ടുപേര് തമ്മിൽ സംസാരിക്കുമ്പോൾ ആ ഒരു ചിലപ്പോൾ കൈയുടെ മൂവ്മെന്റ്സും ഫേസിലെ ചില രീതികളും ഒക്കെ വെച്ചിട്ട് നമുക്ക് അനലൈസ് ചെയ്യാം. അപ്പൊ സൈക്കോളജി തന്നെയാണ് അവിടെ. നല്ലപോലെ ഒരു ബിഹേവിയർ സൈക്കോളജി നല്ലപോലെ അറിയാവുന്ന രീതിയിലുള്ള ഒരാളാണെങ്കിൽ നല്ലതായിരിക്കും. ക്യൂരിയോസിറ്റി. അപ്പൊ അങ്ങനെ ഒരു ക്യൂരിയസ്, എല്ലാം അപ്ഗ്രേഡ് ചെയ്യണം, എല്ലാം പഠിക്കണം, അങ്ങനെ ക്യൂരിയസ് മൈൻഡ് ഉള്ളത്. നമ്മൾ കുട്ടികളിൽ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം അതാണ്, ക്യൂരിയസ് മൈൻഡ് നമ്മൾ പറയുന്നത് അവരുടെ ഡെവലപ്മെന്റിന്റെ ഒരു ലക്ഷണമാണ്. ഒരു വൈ ക്വസ്റ്റ്യൻസ്, WH ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും പറഞ്ഞു. അത് അവരുടെ ക്യൂരിയസ് മൈൻഡ്. ക്യൂരിയസ് മൈൻഡ് എന്ന് പറഞ്ഞാൽ അവരുടെ ഇന്റലക്ച്വലുമായിട്ട് കണക്റ്റഡ് ആണ്. അങ്ങനെ കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കുന്നതും അതിനെ അനലൈസ് ചെയ്യുന്നതുമാണ് ശരിക്കും ക്യൂരിയസ്. അപ്പൊ അതുപോലെ തന്നെയായിരിക്കണം ഒരു സൂപ്പർവൈസർ എന്ന് പറയുന്നത്. അത് അദ്ദേഹം അപ്ഗ്രേഡ് ചെയ്യുന്നതിന്റെ ഒരു ലക്ഷണമാണ് ക്യൂരിയസ്. കോണ്ടെക്സ്റ്റ്. ഒരു സൂപ്പർവൈസറെ ക്യൂരിയോസിറ്റി ഹെൽപ്പ് ചെയ്യുന്നു. പലപ്പോഴും ഈ ട്രെയിനിങ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ടീച്ചേഴ്സിനെയാണ് കേട്ടോ. അവരുടെ കണക്ഷൻസ്, അവരുടെ ഹിസ്റ്ററി, അവരുടെ ബിലീഫ്, അവരുടെ കോർ വാല്യൂസ്, അവരുടെ ജോഗ്രഫി, നമ്മൾ അവരുടെ എല്ലാ ഡീറ്റെയിൽസും മനസ്സിലാക്കുക എന്നുള്ളതാണ്. നമ്മൾ കുട്ടികളെ സംബന്ധിച്ച് പറയില്ലേ, അവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, അവർ ഏത് സൊസൈറ്റിയിൽ നിന്നാണ്, എങ്ങനെയുള്ള സൊസൈറ്റിയിൽ നിന്നാണ് വരുന്നത്, അതൊക്കെ മനസ്സിലാക്കിയാലാണ് നമ്മൾ ആ കുട്ടികളിൽ പല ഇന്റർവെൻഷൻസും നടത്താനായിട്ട് പറ്റുള്ളൂ. പാരന്റ്സ് പിരിഞ്ഞിരിക്കുന്ന കുട്ടികളാണെങ്കിൽ നമ്മൾ അതിനനുസരിച്ചായിരിക്കും ആ കുട്ടിയെ നമ്മൾ കെയർ ചെയ്യും. കാരണം ആ കുട്ടി അതുപോലെ ഒരു ചിലപ്പോൾ ട്രോമാറ്റിക് എക്സ്പീരിയൻസ് ആയിരിക്കും അതിനുണ്ടാകുന്നത്. അതിനിങ്ങനെ എന്റെ വീടിനടുത്തുള്ള ഒരു ഹസ്ബൻഡും വൈഫും ഡിവോഴ്സായി. കുട്ടികൾ 2 ചെറിയ കുട്ടികളാട്ടോ, UKGയിലും 5th സ്റ്റാൻഡേർഡിലും പഠിക്കുന്ന ഒരു മോനും ഒരു മോളും. അപ്പൊ അവര് അമ്മയുടെ കൂടെയാണ്, അമ്മയുടെ പാരന്റ്സിന്റെ കൂടെ ആയിട്ടാണ് താമസിക്കുന്നത്. അപ്പോ ഇറ്റ്സ് ലൈക്ക് മോൻ വീട്ടിൽ വരുമ്പോഴേ, മോനാണ് ചെറുത്, വീട്ടിൽ വരുമ്പോ ഹസ്ബൻഡ് ഇങ്ങനെ എടുത്ത് അതിനെ കൊച്ചിക്കും. ശരിക്കും അതിന്റെ മോൻ കാണുമ്പോ എനിക്ക് വിഷമം തോന്നും. കാരണം വെച്ചാൽ ആ ഒരു കൊച്ചു പ്രായത്തിൽ അച്ഛന്റെ ഒരു കെയറും ഒക്കെ കിട്ടേണ്ട ഒരു പ്രായമായിരുന്നില്ലേ. അപ്പൊ അങ്ങനെ അപ്പൊ ഞാനിങ്ങനെ ഹസ്ബൻഡിനോട് പറയും, ഹസ്ബൻഡ് എല്ലാ കുട്ടികളെയും കാണുമ്പോൾ ഇങ്ങനെ ചെയ്യൂട്ടോ. അപ്പം അതിന്റെ മുന്നിൽ വെച്ച് വേറെ കുട്ടികളോട് ചെയ്യരുതെന്ന് ഞാനിങ്ങനെ പറയും. കാരണം അത് ഭയങ്കര എൻജോയ് ചെയ്യും ആളുടെ കയ്യിൽ ഇരുന്നിട്ട്. നമുക്കത് മനസ്സിലാവും ആ കുട്ടി അത് ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയാണ്, അത് മനസ്സിലാവും. അപ്പൊ അങ്ങനെ കുട്ടികളുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടും അവരുടെ പേഴ്സണൽ കാര്യങ്ങളും മനസ്സിലാക്കി വേണം ടീച്ചർമാരെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുപോലെ തന്നെ സൂപ്പർവൈസർ നോക്കുന്ന ടീച്ചർമാരെയാണല്ലോ. കാരണം ടീച്ചർമാരെ നല്ല കംഫർട്ട് ആക്കിയാലാണ് ടീച്ചർമാർക്ക് നല്ല രീതിയിൽ ലെസൺസ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റൂ. ടീച്ചർമാർക്ക് കുട്ടികളെ നല്ല രീതിയിൽ നോക്കാൻ പറ്റൂ. ബട്ട് സൂപ്പർവൈസർ ഒരു 10 ടീച്ചർമാരുടെ കാര്യമാണ് നോക്കുന്നതെങ്കിൽ, സൂപ്പർവൈസർ ചിലപ്പോൾ HM ആകാം, പ്രിൻസിപ്പൾ ആകാം, അങ്ങനെ ആരെങ്കിലും ആകാട്ടോ. 10 ടീച്ചർമാരെയാണ് നോക്കുന്നതെങ്കിൽ ഒരു ടീച്ചർ ചിലപ്പോൾ 50 or 60 കുട്ടികളെ ആയിരിക്കും നോക്കുന്നത്. കുട്ടികളെ മാനേജ് ചെയ്യാൻ ടീച്ചർമാരെ കേപ്പബിൾ ആക്കുക എന്നുള്ളതാണ് സൂപ്പർവൈസർ ചെയ്യുന്നത്. ഹിസ്റ്ററി, ജോഗ്രഫി മീൻസ് അവരുടെ ആ ഒരു ലിവിങ് സ്പേസ്, പിന്നെ അവരുടെ ബിലീഫ്, കോർ വാല്യൂസ് എല്ലാത്തിനെയും റെസ്പെക്ട് ചെയ്യണുള്ളൂ. പല രീതിയിലുള്ള റിലീജിയസ് ബിലീഫ് ഉള്ള ടീച്ചറായിരിക്കണം. അതാണ് കോണ്ടെക്സ്റ്റ് അതിൽ വരുന്നത്. അതിൽ അങ്ങനെയുള്ള കാര്യങ്ങളാണ് വരുന്നത്. ഈ കോംപ്ലക്സിറ്റി പലപ്പോഴും പല
റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും ഇന്ററാക്ഷൻസും, കോഗ്നേറ്റ് എന്ന് പറഞ്ഞാൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും ഇന്ററാക്ഷൻസും മെയിൻ ആയിട്ടുള്ള ആൾക്കാർ തമ്മിൽ ചില സിറ്റുവേഷൻസിൽ വരും. ഇത് സൂപ്പർവൈസർ, അതായത് ഇപ്പൊ ഒരു സ്കൂൾ എന്ന് പറയുമ്പോൾ അവിടെ പല പ്രോഗ്രാംസ് ഉണ്ടാവും, പഠിപ്പിക്കൽ മാത്രമല്ല. ആർട്സ് റിലേറ്റഡ് പ്രോഗ്രാം വരുമ്പോൾ ആർട്സിലെ പൊട്ടൻഷ്യൽ ഒരു ടീച്ചർ ചിലപ്പോൾ അതിലെ ചില കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ആ ഓരോ വ്യക്തികളെ നല്ല ക്ലിയർ ആയിട്ട് സൂപ്പർവൈസർക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അത് കോംപ്ലക്സിറ്റി ആണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് മനുഷ്യരല്ലേ, പല സ്വഭാവങ്ങളുള്ളതാണല്ലോ. അതുകൊണ്ട് അവര് തമ്മിലുള്ള കണക്ഷൻ, അവര് തമ്മിലുള്ള ഇന്ററാക്ഷൻ, ആ ഒരു ഇൻട്രസ്റ്റ്, ഇതൊന്നും എക്സാമിന് വരുന്ന കാര്യമില്ല. അത് നമ്മള് ഒരു സ്കൂളിൽ വർക്ക് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും മനസ്സിലാക്കണം എന്നുള്ളതാണ്. നമ്മൾ കുറെ, നമ്മളുടെ ഹെഡ് എന്ന് പറയുന്നത് നമ്മുടെ സൂപ്പർവൈസർ ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ അദ്ദേഹത്തോട് പറയാം, അല്ലെങ്കിൽ എന്തൊക്കെ സപ്പോർട്ട് അവിടെ നിന്ന് കിട്ടാം എന്നുള്ളത് നമുക്ക് മനസ്സിലാകാനുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് എക്സാം പോയിന്റ് ഓഫ് വ്യൂല് ആകെ ഈ ഒരു ടെക്സ്റ്റിൽ ടൈപ്സ് ഓഫ് സൂപ്പർവിഷന്റെ ആ ഒരു സക്സസ്ഫുൾ സൂപ്പർവിഷന് വേണ്ടുന്ന കാര്യങ്ങള്, പിന്നെ പർപ്പസ്, അങ്ങനത്തെയൊക്കെയുള്ള മെയിൻ പോയിന്റ്സ്. പിന്നെ ഏർലിയർ ടൈമിൽ സൂപ്പർവിഷൻ എങ്ങനെയായിരുന്നു, അതൊക്കെയുള്ളൂ ഈ ഒരു ചാപ്റ്ററിൽ വരുന്നത്. അത് മോക്ക് ടെസ്റ്റ് കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാകും. പിന്നെ ടൈപ്സ് ഓഫ് സൂപ്പർവിഷൻ ഒന്ന് കറക്റ്റ് ആയിട്ട് നോക്കുക. കാരണം കറക്റ്റ് സൂപ്പർവിഷൻ നമ്മൾ വേറൊരു പേര് പറയുന്നുണ്ട്, ഫോൾട്ട് ഫൈൻഡിങ്, അങ്ങനെയുള്ള കാര്യങ്ങള്. അതൊക്കെ അങ്ങനത്തെ ചെറിയ ക്വസ്റ്റ്യൻസ് വരാം. പിന്നെ അതുപോലെ തന്നെ സൂപ്പർവിഷന്റെ ടെക്നിക്സ്, അതിൽ നിന്നും ചെറിയ ക്വസ്റ്റ്യൻസ് വരാം. അത് PG ക്വസ്റ്റ്യൻസ് വളരെ ഈസി ആയിരിക്കും. കാരണം നിങ്ങൾക്ക് കോറിലേറ്റ് ചെയ്യാൻ പറ്റും, കണക്ട് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങളൊരു ടീച്ചിങ് ഫീൽഡിൽ കോഴ്സ് ചെയ്യുന്നതുകൊണ്ടും ടീച്ചിങ് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയും. അതുകൊണ്ട് നമുക്കത് മനസ്സിലാകും ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ. കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് തമ്മിലുള്ള റിലേഷൻഷിപ്സ്, കണക്ഷൻസ്, അവരുടെ പൊട്ടൻഷ്യൽ, ഇതെല്ലാം കുറേ കാര്യങ്ങൾ സൂപ്പർവൈസർ നല്ല രീതിയിൽ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ആ ഒരു ഓരോ സിറ്റുവേഷനിലും എങ്ങനെയാണ്, അപ്പൊ അത് മനസ്സിലാക്കുക എന്നുള്ളതാണ് സൂപ്പർവൈസറുടെ ഒരു കഴിവ്. കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ പോലും അത് നല്ല രീതിയിൽ കണക്ട് ചെയ്യാനായിട്ട് പറ്റും. ക്രിയേറ്റിവിറ്റി. ഈ കോംപ്ലക്സിറ്റിയുടെ എന്താ മീനിങ്? കോംപ്ലക്സിറ്റി എന്തായാലും മീനിങ് പറയാ. കോംപ്ലക്സ് നമ്മൾ ഇച്ചിരി എല്ലാം കൂടെ മിക്സ് ചെയ്ത ഒരു കുഴഞ്ഞു മറിഞ്ഞാന്നൊക്കെ പറയില്ലേ, എക്സാമ്പിൾ പറയുമോ? എല്ലാം കൂടെ ചേർന്നതെന്ന് പറയുമ്പോൾ ഒരു കാര്യമല്ല ചിലപ്പോൾ അതിലുണ്ടാകുന്നത്, കുറേ കാര്യങ്ങൾ ഒരുമിച്ച് ചേർന്ന് മിക്സ് ആയിട്ടിരിക്കുന്ന ഒരു അവസ്ഥ. അതായത് ഇപ്പൊ ഒരു റിലേഷൻഷിപ്പ് കണക്ഷൻസ് ആണെങ്കിൽ ഒരു ടീച്ചർ അല്ലല്ലോ സൂപ്പർവൈസ് ചെയ്യുന്നത്, കുറെ ടീച്ചർമാരുണ്ടാകും. അത് ഇപ്പൊ നമ്മൾ ആ സ്കൂളിൽ ഒരു ഓണം സെലിബ്രേഷൻ വെക്കാന്ന് വിചാരിച്ചു. ഓണം സെലിബ്രേഷൻ വെക്കും, ആ ടീച്ചേഴ്സ് എല്ലാരും കൂടി സങ്കീർണത, ആ ടീച്ചേഴ്സ് എല്ലാം കൂടെ ആ സെലിബ്രേഷന് വേണ്ടി എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാംസ് പ്ലാൻ ചെയ്യുന്നു. കുറെ പേര് ഒരേ ടെമ്പോ ഉള്ള ഒരു ഗ്രൂപ്പായിട്ട് ചിലപ്പോൾ പാട്ട് പാടുന്നവരുണ്ടാവും, ചിലപ്പോൾ തിരുവാതിര കളിക്കുന്നവരുണ്ടാവും. അപ്പൊ ഓരോ ടീച്ചർമാരുടെ രീതികളും മനസ്സിലാക്കി ആ സിറ്റുവേഷൻ നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് ഒരു സൂപ്പർവൈസർക്ക് പറ്റണം. അത് എന്തൊക്കെ കാര്യങ്ങള് മിക്സ് കുഴഞ്ഞു പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ആ ഒരു കാര്യങ്ങൾ നല്ല രീതിയിൽ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത്. നെക്സ്റ്റ് ക്രിയേറ്റിവിറ്റി. ഒരേ പാറ്റേണിൽ തന്നെ കാര്യങ്ങൾ ചെയ്യാതെ പുതിയ മെത്തേഡില് മുന്നോട്ട് ടീച്ചേഴ്സിനെ നയിക്കുക, അതാണ് ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത്. സൂപ്പർവൈസർക്ക് ഒരു ക്രിയേറ്റിവിറ്റി ഉണ്ടായിരിക്കണം. ലൈക്ക് ഇപ്പോ ഈ ഒരു എക്സാം ടൈമില് ടീച്ചേഴ്സിന് കുറച്ച് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത്. കുറച്ച് ക്രിയേറ്റീവ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ, അല്ലാതെ അവരെ അതോറിറ്റേറ്റീവ് ആയിട്ട് അങ്ങനെ എന്താ പറയാ ഭരിക്കുന്ന പോലെ രീതിയിലുള്ള വളരെ ക്രിയേറ്റീവ് ആയിട്ട് അവർക്ക് കംഫർട്ടബിൾ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യാനും ഒരു സൂപ്പർവൈസർക്ക് പറ്റണം. പുതിയ മെത്തേഡ്സ്, ഒരു ആനുവൽ ഡേ നടത്തുമ്പോൾ നല്ല സ്ട്രഗിൾ ആയിരിക്കും. ആ ഒരു സമയത്ത് ടീച്ചേഴ്സിന് കുറേ ഡ്യൂട്ടി ഉണ്ടാവും. അപ്പൊ അവര് വളരെ കംഫർട്ടബിൾ ആയിട്ട് അത് ചെയ്യാനായിട്ട് ക്രിയേറ്റീവ് ആയിട്ട് സൂപ്പർവൈസർ എന്തെങ്കിലും ഐഡിയാസ് ഒക്കെ മുന്നോട്ട് കൊണ്ടുവരും. പിന്നെ കോഷൻ, ബയസ്ഡ് ആയിട്ട് പെരുമാറുക എന്നുള്ളതല്ല. അതായത് എല്ലാരെയും ഒരേപോലെ കാണണം, ഇംപാർഷ്യൽ ആയിരിക്കണം, പാർഷ്യാലിറ്റി കാണിക്കണം. കാരണം അവർക്ക് നല്ല
രീതിയിലൊരു ഫെസിലിറ്റേറ്ററെ പോലെ ആയിരിക്കണം സൂപ്പർവൈസർ. അവർക്ക് ഗൈഡ് ചെയ്യുക, അവർക്ക് വേണ്ടുന്ന ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക, കൂടുതൽ അവരുടെ കാര്യങ്ങളിൽ ഫ്രീഡത്തിൽ ഇടപെടാതെ അവർക്ക് ഫ്രീ ആയിട്ട് സ്മൂത്ത് ആയിട്ട് ക്ലാസ് എടുക്കാനും ബാക്കി ഡ്യൂട്ടീസ് ചെയ്യാനുമായിട്ടുള്ള രീതിയിൽ ഇമ്പാർഷ്യൽ ആയിരിക്കണം സൂപ്പർവൈസർ. ഒരാളോട് പ്രത്യേകത കാണിച്ചു വേറൊരാളുടെ പ്രത്യേകത കാണിച്ചു ആ രീതിയിലല്ല. എന്തൊക്കെ പല ചലഞ്ചസും വരാം ഒരു സ്കൂളിൽ നടത്തിക്കൊണ്ട് പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു സ്കൂളിലെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ. അപ്പൊ അവിടെ ഇമ്പാർഷ്യൽ ആയിട്ടുള്ള ഒരാളായിരിക്കണം സൂപ്പർവൈസർ. അതാണ് കോഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വെർബൽ നോൺ വെർബൽ റെസ്പോൺസ് പലപ്പോഴും വരാം. അതൊക്കെ സൂപ്പർവൈസർ ഹെൽപ്പ് ചെയ്യും. എന്താണ് ആ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തെടുക്കണം. അതായത് ഒരു ടീച്ചർ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ ഒരു ടീച്ചർക്ക് അത് ബുദ്ധിമുട്ടാണെന്ന് അവരുടെ മുഖത്തു നിന്ന് മനസ്സിലാകുവാണെങ്കിൽ അതിനനുസരിച്ച് അതിനെ മാറ്റാനായിട്ട് അവർക്ക് കംഫർട്ടബിൾ ആകുന്ന രീതിയിൽ മാറ്റാനോ അല്ലെങ്കിൽ അവരെ കൺവിൻസ് ചെയ്യാനോ ഒരു സൂപ്പർവൈസർക്ക് പറ്റണം. അല്ലാതെ ഇമ്പാർഷ്യൽ ആയിട്ട് ഒരു ടീച്ചറെ കൂടുതൽ ജോലി ഭാരം കൊടുക്കുക, വേറൊരാളെ വളരെ ഫ്രീ ആക്കുക, ആ രീതിയിൽ പാർഷ്യാലിറ്റി കാണിക്കുന്നത്. കെയർ, വളരെ റെസ്പെക്ട്ഫുൾ കൺസിഡറേഷൻ ഉള്ള ഒരു വ്യക്തി, അറ്റൻറ്റീവ് ആയിട്ട് നമ്മൾ പറയുന്നത് കേൾക്കാൻ, അങ്ങനെയുള്ളതൊക്കെ വരുന്ന ഒരു ക്വാളിറ്റി ഉള്ള നല്ല കെയർ കൊടുക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം സൂപ്പർവൈസർ. അങ്ങനെ ആവുമ്പോഴാണ് അത് ഫ്രം ബേസിൽ നിന്ന് തുടങ്ങി ഹയർ ലെവലിലേക്ക്, അങ്ങനെ നമ്മൾ ഇതിന്റെ എല്ലാം ഉദ്ദേശം വളരെ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് ആ ഒരു സ്കൂളിന് കിട്ടണം. നല്ല ഒരു എയിം അവർ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ എയിമിലേക്ക് എത്തണം എന്നുള്ളത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ. സൂപ്പർവൈസർ എന്ന് പറയുന്നത് ആ സ്കൂളിന്റെ ഹെഡ് മാസ്റ്ററോ ആയിരിക്കും അല്ലേ? ഹെഡ് മാസ്റ്റർ ആയിരിക്കാം, പ്രിൻസിപ്പൾ, അങ്ങനെയാണെങ്കിൽ അങ്ങനെ. ചില വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കോളേജ് ഒക്കെ ആകുമ്പോൾ ഡിപ്പാർട്ട്മെന്റുകളായിരിക്കും. ഓരോ ഡിപ്പാർട്ട്മെന്റിനും HOD ഉണ്ടായിരിക്കും. പ്രിൻസിപ്പളിന് എല്ലാരെയും നോക്കാൻ പറ്റില്ല, എല്ലാ സ്റ്റാഫിനെയും. പ്രിൻസിപ്പളിന് അപ്പോ ആ പ്രിൻസിപ്പള് HODസിന്റെ സൂപ്പർവൈസർ ആയിരിക്കും. HODമാര് അവരുടെ ഡിപ്പാർട്ട്മെന്റിന്റെ ടീച്ചേഴ്സിന്റെ സൂപ്പർവൈസർ ആയിരിക്കും. ഇതിന്റെയും താഴെ ഇപ്പൊ ലാബ് അസിസ്റ്റന്റ് ഒക്കെ ഉണ്ടാവുമായിരിക്കും. ആ ലാബിന്റെ ചാർജുള്ള ടീച്ചർ ആയിരിക്കും അവരുടെ സൂപ്പർവൈസർ. അങ്ങനെ വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് പോകുമ്പോൾ ഹൈറാർക്കിക്ക് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഒരു ചെറിയ സ്കൂളാണ് അവിടുത്തെ ഹെഡ്. ഇപ്പോ LKG തുടങ്ങി +2 വരെ ഉള്ള സ്കൂളാന്ന് വിചാരിക്കാം. അവിടെ +1 +2 സെപ്പറേറ്റ് പ്രിൻസിപ്പൽ ഉണ്ടായിരിക്കും. ഹൈസ്കൂളിന്റെ HM വേറെ ആയിരിക്കും. KG തുടങ്ങി ചിലപ്പോ UP സെഷൻ വരെയും വേറെ ആയിരിക്കും. വലിയ സ്കൂളൊക്കെ ആണെങ്കിൽ അങ്ങനെയൊക്കെ വരുമ്പോൾ ആ ഓരോ കൺസേൺ സെഷനിലും അവര് ആ ഹെഡ് ആയിരിക്കും അതിന്റെ സൂപ്പർവൈസർ എന്ന് പറയുന്നത്. ചെറിയ സ്കൂളുകളൊക്കെ ആകുമ്പോൾ ആ HM അല്ലെങ്കിൽ പ്രിൻസിപ്പൽ. ഈ ചില സ്കൂളിന്റെ ഒരു സ്റ്റാൻഡേർഡ് അനുസരിച്ച് ഇവർ ഹയർ ചെയ്യും, കുറച്ചുകൂടെ ഹൈലി പ്രൊഫഷണൽ ആയ ആൾക്കാരെ ഇവർ ഹയർ ചെയ്യും. അല്ലെങ്കിൽ ഇൻ ബിറ്റ്വീൻ ഏതെങ്കിലും ഒരു കാര്യത്തില് സപ്പോർട്ട് വേണമെങ്കിൽ റിസോഴ്സിനെ അവരെടുക്കും. നമ്മൾ എഡ്യൂക്കേഷണൽ സൈക്കോളജിയിൽ അതിന്റെ മെത്തേഡ്സ് പറഞ്ഞപ്പോൾ പറഞ്ഞു അല്ലെ, ചില മെത്തേഡിന് റിസോഴ്സ് ചെയ്യേണ്ടി വരും. പുറത്തുനിന്ന് ക്വാളിഫൈഡ് ആയിട്ടുള്ള മറ്റാളുകളെ കൊണ്ടുവരേണ്ടതായിട്ട് വരും ചില ഇന്റർവെൻഷൻസ് നടത്താൻ. അതെല്ലാം ഈ സൂപ്പർവൈസിങ്ങിന്റെ ഭാഗം തന്നെയാണ്. ഇനി ആ പേജിൽ തന്നെ ചേഞ്ചിങ് കൺസെപ്റ്റ്സ് ഇൻ എഡ്യൂക്കേഷണൽ സൂപ്പർവിഷൻ. കുറെ പേര് കുറെ ഡെഫിനേഷൻസ് ഒക്കെ പറഞ്ഞു. അവര് നമുക്ക് കുറെ പേരുകൾ നമ്മൾ കണ്ടു. അതിലൊരാളാണ് നെഗ്ലെ എറ്റൽ. അദ്ദേഹം മോഡേൺ സൂപ്പർവിഷനെ പറയുവാണ് ഡൈനാമിക് ആണ്. ഡൈനാമിക് എന്ന് പറഞ്ഞാൽ എന്താ? ആക്റ്റീവ് ആണല്ലേ, എപ്പോഴും ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കും, കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ഡെമോക്രാറ്റിക് ആണ്. നേരത്തെ അത് ഓട്ടോക്രാറ്റിക് ആയിരുന്നു, അതായത് ഏകാധിപത്യം പോലെ ഒരാളുടെ അണ്ടറിൽ അയാൾ പറയുന്നത് കേൾക്കുന്നതായിരുന്നു. ഇവിടെ ഡെമോക്രസിയാണ്. ജനങ്ങൾക്ക്, അതായത് ഇവിടെ ടീച്ചേഴ്സ് അവരുടെ അഭിപ്രായങ്ങൾക്ക് വിലയുണ്ട്. ഇതിനകത്ത് വരുന്ന ഹ്യൂമൻ റിസോഴ്സസ്, അതായത് ആ ഒരു സ്റ്റുഡൻസ്, ടീച്ചേഴ്സ്, ആ ഒരു അവിടുത്തെ മറ്റ് നോൺ ടീച്ചിങ് അഡ്മിനിസ്ട്രേറ്റേഴ്സ്, അതുപോലെ തന്നെ സൂപ്പർവൈസേഴ്സ്, എല്ലാവരും ആ എഡ്യൂക്കേഷണൽ സൂപ്പർവിഷന്റെ ഒരു ഭാഗമായിട്ടുള്ള എല്ലാവരും ഉണ്ട്. ഇവർക്കെല്ലാം യുണീക് ടാലൻസും കപ്പാസിറ്റീസും ആണ്. ഓരോരുത്തരുടെ ടാലൻസും കപ്പാസിറ്റീസ് ആ പൊട്ടൻഷ്യലിന് അവിടെ വിലയിരുത്തുന്നുണ്ട്. നമ്മളൊരു സൂപ്പർവിഷൻ ചെയ്യുമ്പോൾ നമ്മളൊരു കോൺഫറൻസിന്റെ കാര്യം പറഞ്ഞു, ക്ലിനിക്കൽ സൂപ്പർവിഷന്റെ. ടീച്ചർ ആ സെഷൻ എടുക്കുമ്പോൾ ടീച്ചറുടെ പൊട്ടൻഷ്യൽ അതിനകത്ത് തെളിഞ്ഞു വരും. ടീച്ചർ കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുമ്പോൾ കുട്ടികളുടെ റെസ്പോൺസ് ചെയ്യുമ്പോൾ കുട്ടികളുടെ പൊട്ടൻഷ്യൽ മനസ്സിലാവും. അപ്പൊ ഇൻ എഫക്റ്റ് നമുക്ക് എൻഡ് റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ സൂപ്പർവിഷനിൽ കണക്റ്റഡ് ആകുന്ന എല്ലാ വ്യക്തികളുടെയും കേപ്പബിലിറ്റീസ്
ആണ് നമുക്ക് റിസൾട്ട് ആയിട്ട് നമ്മൾ കാണുന്നത്. സൂപ്പർവിഷൻ എന്നുള്ള മെത്തേഡിൽ അതാണ് വരുന്നത്. ഒരു വ്യക്തി മാത്രമല്ല, പിന്നെ കുറെ ഈ ഹ്യൂമൻ റിസോഴ്സസ് എല്ലാം കൂടി ചേരുന്ന ഇടമാണല്ലോ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. സ്റ്റുഡൻസ്, ടീച്ചേഴ്സ്, സൂപ്പർവൈസേഴ്സ്, അതുപോലെ തന്നെ ബാക്കി നോൺ ടീച്ചിങ് സ്റ്റാഫ്, അഡ്മിനിസ്ട്രേറ്റർ, അങ്ങനെയുള്ള രീതിയിൽ വരുന്നത് മാനേജ്മെന്റ്. ഇവരുടെ എല്ലാവരുടെയും ഒരു കൂട്ടായ ഒരു പ്രവർത്തനം സൂപ്പർവിഷനിൽ വരുന്നുണ്ട്. അപ്പൊ സൂപ്പർവിഷൻ പ്രോപ്പർ ആയിട്ട് ചെയ്യുമ്പോൾ ഈ വ്യക്തികളുടെ എല്ലാം കേപ്പബിലിറ്റീസ് ആണ് എൻഡ് റിസൾട്ടിൽ നമുക്ക് മനസ്സിലാവുന്നത്. ഇതിന്റെ ഒരു ഫിലോസഫി എന്ന് പറയുന്നത്, ടെക്നിക് എന്ന് പറയുന്നത് ഡെമോക്രസിയാണ്. ആളുകളുടെ സൈക്കോളജി ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കും, കുട്ടികളുടെ ആണെങ്കിലും ടീച്ചേഴ്സിന്റെ ആണെങ്കിലും. പിന്നെ പല രീതിയിലുള്ള സ്കിൽസ് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്, ആ ഇന്റർപേഴ്സണൽ സ്കില്ല് കാണാനായിട്ട് പറ്റും. ഇന്റർപേഴ്സണൽ സ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ററാക്ട് ചെയ്യാനായിട്ട് പറ്റണം. ഒരു ടീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വേണ്ടുന്ന ഒരു സ്കില്ലാണ് ഇന്റർപേഴ്സണൽ സ്കിൽ, ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. അതില്ലാത്ത ഒരു വ്യക്തിക്ക് ടീച്ചർ ആകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സക്സസ് ആയിരിക്കില്ല. അതായത് കുട്ടികളോട് നല്ല രീതിയിൽ ഇന്ററാക്ട് ചെയ്യാൻ പറ്റണം. ഇന്റർപേഴ്സണൽ സ്കിൽ എന്ന് പറഞ്ഞാൽ അതാണ്, മറ്റുള്ളവരുമായിട്ട് നല്ല ആക്റ്റീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റണം. കുട്ടികളുടെ പാരന്റ്സുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനായിട്ട് പറ്റണം. കൂടെയുള്ള കൊളീഗ്സുമായിട്ട് നല്ല രീതിയിൽ ഇന്ററാക്ട് ചെയ്യാനായിട്ട് പറ്റണം. ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷനുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനും ഹെൽത്തി ആയിരിക്കണം. അപ്പൊ അങ്ങനെ ഇന്റർപേഴ്സണൽ സ്കില്ലുള്ള ഒരു വ്യക്തിക്ക് ടീച്ചർ ആകാൻ പറ്റൂ. ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ് മാത്രമല്ല, വെർബൽ ആൻഡ് ലിംഗ്വിസ്റ്റിക്, ലാംഗ്വേജ് നല്ല രീതിയിൽ വഴങ്ങണം. അങ്ങനെയുള്ള ഒരാളാണ്, ആ ഇന്റലിജൻസും വേണം ഒരു ടീച്ചർക്ക്. ആ ഒരു പ്രൊഫഷണൽ ലീഡർഷിപ്പ്, അതെല്ലാം. പിന്നെ എന്താന്ന് വെച്ചാല്, ഇത് ഓർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട, അയ്യോ എനിക്ക് ഇന്റലിജൻസ് കുറവാണോ, എനിക്ക് സ്കില്ലില്ലേ, അങ്ങനെയാകുമ്പോ എനിക്ക് ടീച്ചറാണ്. നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന രണ്ട് ഇന്റലിജൻസ് ആണ് ഇത് രണ്ടും, വെർബൽ ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസും ഇന്റർപേഴ്സണൽ ഇന്റലിജൻസും. നമ്മൾ വെർബൽ ഡെവലപ്പ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ വായിക്കുക ദിവസവും, റിലേറ്റഡ് സ്റ്റഡി, നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക് എന്താണോ അതുമായിട്ട് റിലേറ്റഡ് സ്റ്റഡി. പിന്നെ ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ് എന്ന് പറയുമ്പോൾ ആളുകളുമായിട്ട് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. വായന നല്ല രീതിയിൽ തുടങ്ങുമ്പോൾ നമുക്ക് ആളുകളുമായിട്ട് ശരിയായ രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റും. കുട്ടികളെ രീതികൾ മനസ്സിലാക്കി അവരോട് ആ രീതിയിൽ സംസാരിക്കാനായിട്ട് നമുക്ക് പറ്റും. ഈ രണ്ട് ഇന്റലിജൻസും ഡെവലപ്പ് ചെയ്തെടുത്താൽ നല്ലൊരു ടീച്ചർ ആവാനായിട്ട് പറ്റും. മോഡേൺ സൂപ്പർവിഷൻ ഡെമോക്രാറ്റിക് ആണ്, കോപ്പറേറ്റീവ് ഇൻ സ്പിരിറ്റ് ആൻഡ് ഓർഗനൈസേഷൻ. ഡെമോക്രാറ്റിക് അതായത് എല്ലാവരുടെയും അഭിപ്രായങ്ങൾക്ക് അവിടെ വിലയുണ്ട്, എല്ലാവർക്കും വാല്യൂ ഉണ്ട്. അപ്പം എഡ്യൂക്കേഷണൽ സൂപ്പർവിഷന്റെ എല്ലാവരും ഉദ്ദേശിക്കുന്നത് സ്റ്റുഡൻസ്, ടീച്ചേഴ്സ്, അതർ സ്റ്റാഫ്സ്. അതുപോലെ തന്നെ ഒരു കോപ്പറേഷൻ, ഒരു സഹകരണമാണല്ലോ, എല്ലാവരും കൂടെ ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു സ്ഥലമാണ് ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഒറ്റയ്ക്ക് ഒരാൾ നടത്തുന്ന ബിസിനസ് അല്ല. ആ ഒരു കോപ്പറേറ്റീവ് ഇൻ സ്പിരിറ്റ്, കുട്ടികളുമായിട്ടും ചേർന്ന് പോകണം, മറ്റ് സ്റ്റാഫുമായിട്ടും ചേർന്ന് പോകണം, അല്ലെ? ക്രിയേറ്റീവ് ആണ്, കോപ്പറേറ്റീവ് എന്റർപ്രൈസസ് ആണ്. ഇവിടെ ടീച്ചേഴ്സ് വരുന്നുണ്ട്, കുട്ടികൾ വരുന്നുണ്ട്, പാരന്റ്സ് വരുമ്പോഴും നല്ല രീതിയിൽ സംസാരിക്കണം. ചില പാരന്റ്സ് ഇങ്ങനെ ചില ടീച്ചർമാരെ പറ്റി പറയും, ഒന്നും പറയാൻ പറ്റില്ല ടീച്ചറോടും പറയും. ആ രീതിയിൽ ഒരിക്കലും നമ്മളെ പറ്റി ആരും പറയരുത്. ടീച്ചറോട് സംസാരിച്ചപ്പോ എനിക്ക് സമാധാനമായി എന്ന് തോന്നണം. മറ്റേ ടീച്ചറാണെങ്കിൽ എപ്പോഴും മോനെ കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കും. അങ്ങനെയൊക്കെ പല പാരന്റ്സ് പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്. നമുക്ക് ആ ഒരു ഇതല്ല, പാരന്റ്സ് വരുമ്പോഴേക്ക്. പിന്നെ പലപ്പോഴും ടീച്ചേഴ്സ് മീറ്റിംഗിന്റെ ഭാഗമായിട്ടുണ്ട് കേട്ടോ, ആസ് എ പാരന്റ് ആയിട്ടുള്ള എക്സ്റ്റേണൽ ആയിട്ട് ഇന്റർവെൻഷൻ നടത്താൻ ചെല്ലുന്ന ഒരാൾ, കുട്ടികളുടെ ഇടയിൽ ഇന്റർവെൻഷൻ നടത്തുന്ന ആളെന്നുണ്ടെങ്കിൽ ടീച്ചേഴ്സുമായിട്ട് ഇടയ്ക്ക് മീറ്റിംഗ് ഉണ്ടാവാറുണ്ട്. എവറി ടൈം ചെല്ലുമ്പോൾ അതിൽ ഒന്നോ രണ്ടോ ടീച്ചേഴ്സ്, എല്ലാവരും ഇല്ല കേട്ടോ, അവര് എപ്പോഴും ബ്ലെയിം ചെയ്യുന്നത് കുട്ടികളെയും പാരന്റ്സിനെയാണ്. നമുക്കറിയാം എല്ലാവരുടെയും ഭാഗത്ത് എന്തെങ്കിലുമൊക്കെ ഷോർട്ട് കമ്മിങ്സ് ഉണ്ട്, കുറവുകൾ ഉണ്ടായിരിക്കും. പക്ഷെ ഇവരുടെ നമ്മള് ഡിഫൻസ് മെക്കാനിസത്തിൽ പഠിച്ചിട്ടുണ്ടല്ലോ, സ്വന്തം കുറവുകളെ മറിക്കാനായിട്ട് മറ്റുള്ളവരുടെ അത് ബൂസ്റ്റ് ചെയ്യുന്ന ടൈപ്പ്. ആ ഒരു രീതിയിൽ അവർക്ക് ഡിസ്പ്ലേസ് ചെയ്ത് ട്രാൻസ്ഫർ ചെയ്ത് വേറൊരാളിലേക്ക്. അപ്പൊ പാരന്റ്സിനെയും കുട്ടികളെയും അവർ ബ്ലെയിം ചെയ്യും. അപ്പൊ ആസ് എ ടീച്ചർ നമ്മളത് ചെയ്യാനായിട്ട് പാടില്ല. നമ്മൾ മാറാനായിട്ട് നോക്കണം, ആ കുട്ടിയെ ശരിയാക്കാനായിട്ട്. ഓക്കെ, 100 പേരിൽ ഒരാൾ വഴിതെറ്റുമ്പോൾ നമ്മൾ ആ വഴിതെറ്റിയ ആളെ അന്വേഷിച്ച് പോയി അയാളെ തിരിച്ചു കൊണ്ടുവരും. അങ്ങനെയല്ലേ ചെയ്യുന്നത്?
ബാക്കി 99 പേരെ വിട്ടിട്ട് നമ്മൾ പോയ 100ാമത്തെ പുറകെ നമ്മൾ പോകും. അതാണ് ശരിക്കും ഒരു ടീച്ചർ ചെയ്യേണ്ടത്. കാരണം 99 ദേ ആർ സേഫ്. അവര് നോർമലൈസ്ഡ് കിറ്റാണ്, വീറ്റഡ് ആയിട്ടുള്ള ആളെയാണ് നമുക്ക് വേണ്ടത്. അത് തന്നെയാണ് ഡോക്ടർ മോണ്ടിസോറി ചെയ്തത്. ആ ഒരു രീതിയിലുള്ള ഒരു കോപ്പറേഷൻ അങ്ങനെ വരണം ഒരു ടീച്ചർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ പേഴ്സണൽ ലൈഫിലൊക്കെ ആ മാറ്റങ്ങൾ വരും. ഒരു ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ആയിരിക്കും ഒരു സ്കൂളിൽ വരുന്നത്. അത് നമ്മൾ പറഞ്ഞു, കോപ്പറേഷൻ ഉണ്ട്, ടീച്ചേഴ്സും കുട്ടികളും പാരന്റ്സും അതർ സ്റ്റാഫ്സും എല്ലാമായിട്ട്. ഒരു സൂപ്പർവൈസർ എപ്പോഴും ഒരു കൺസേൺ എന്ന് പറയുന്നത് അഡ്വൈസ് കൊടുക്കുന്ന ഒരാളാകരുത് സൂപ്പർവൈസർ. സപ്പോർട്ടും അഡ്വൈസും രണ്ടും ഡിഫറെന്റാണ്. നമ്മളൊരാളെ വളർത്താനാ നോക്കണം, അല്ലാണ്ട് അയാൾ അഡ്വൈസ് കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല അഡ്വൈസ്. അങ്ങനെ അഡ്വൈസ് കൊടുക്കുന്നതിനേക്കാളും അവരുടെ എബിലിറ്റീസ് കണ്ടുപിടിക്കുക, അവർക്ക് എന്തെങ്കിലും വീക്ക്നെസ് ഉണ്ടെങ്കിൽ അത് ഓവർകം ചെയ്യാനായിട്ട് അവരെ ഹെൽപ്പ് ചെയ്യുക. ഇതൊക്കെയാണ് സൂപ്പർവൈസർ ചെയ്യുന്നത്. അതാണ് മോഡേൺ സൂപ്പർവിഷൻ. ഡെമോക്രാറ്റിക് ആണ്, കോപ്പറേറ്റീവ് ആണെന്ന് നമ്മൾ പറയുന്നത്. കണക്റ്റഡ് വിത്ത് പീപ്പിൾ, നമ്മളൊരു സൊസൈറ്റിയുമായിട്ടാണ് കണക്റ്റഡ് ആയിട്ടിരിക്കുന്നത്. ഒരു ബിസിനസ് നടത്തുമ്പോൾ നമ്മൾ ആ ഓഫീസിലെ ക്ലർക്ക് ആണെങ്കിൽ നമ്മൾക്ക് ആ ക്ലർക്കിന്റെ ജോലികൾ അതായിരിക്കും നമ്മളിൽ വരിക. പക്ഷെ ഒരു സ്കൂളിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമ്മളൊരു സൊസൈറ്റിയുമായിട്ട് കണക്റ്റഡ് ആണ്. ചില ഫാമിലീസുമായിട്ട് നമുക്ക് കൂടുതൽ കണക്റ്റഡ് ആകേണ്ടതായിട്ട് വരും. അതാണ് ഈ പ്രൊഫഷന്റെ വ്യത്യാസം എന്ന് പറയുന്നത്. ടീച്ചർ പ്രൊഫഷനും എല്ലാം അതിന്റെ ഒരു വ്യത്യാസം. നെക്സ്റ്റ് നമ്മൾ മൂവ് ടു ടെക്നിക്സ് ആണ്. പേജ് നമ്പർ ഇടയ്ക്ക് ആ പേജ് നമ്പേഴ്സ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയതുകൊണ്ടാണ് ഇടയ്ക്ക് ഇങ്ങനെ എടുത്തത്. പേജ് നമ്പർ 93, ടെക്നിക്സ് ഓഫ് സൂപ്പർവിഷൻ. ഇതിനു മുമ്പ് പറഞ്ഞതിന് നമ്മള് സൂപ്പർവിഷൻ, ടൈപ്സ് ഓഫ് സൂപ്പർവിഷൻ, ക്ലിനിക്കൽ സൂപ്പർവിഷന്റെ സ്റ്റേജസ് പറഞ്ഞു. പിന്നെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഫീച്ചേഴ്സ് സൂപ്പർവിഷന്റെ, അതും സീസ് ആയിട്ട് തന്നെ നമുക്ക് കണക്കാക്കാം. പിന്നെ അല്ലാതെ സൂപ്പർവിഷന്റെ സീസ് എല്ലാം നമ്മൾ കഴിഞ്ഞു. പിന്നെ ടെക്നിക്സ് ഓഫ് സൂപ്പർവിഷൻ. ഒരു സ്കൂൾ എന്ന് പറയുമ്പോൾ അവിടെ കുറെ സ്റ്റാഫ് ഉണ്ട്. നമുക്കറിയാം എന്ത് കാര്യമാണെങ്കിലും ഇൻഡിവിജ്വലിയും കാര്യങ്ങളുണ്ട്. അതായത് നമ്മളുടെ വ്യക്തിപരമായിട്ടുള്ളതും ഉണ്ട്, നമ്മളൊരു ഗ്രൂപ്പിലും ഉണ്ടാകണം അല്ലെ. സ്കൂളിൽ വർക്ക് ചെയ്യുമ്പോൾ കൊളീഗ്സ്, നമ്മുടെ ആ ഒരു സെഷൻ, നമ്മളുടെ ആ ഒരു സെക്ഷൻ KG സെഷൻ ആണെങ്കിൽ അവിടെ നമുക്ക് കുറെ ഗ്രൂപ്പ് ഓഫ് ടീച്ചേഴ്സ് ഉണ്ടാകും, അതിന്റെ കറസ്പോണ്ടിങ് സ്റ്റാഫ് ഉണ്ടാവുമായിരിക്കും. അതുകൊണ്ട് സൂപ്പർവിഷനിലും 2 ടൈപ്സ് ആണ് ടെക്നിക്സ് വരുന്നത്, ഇൻഡിവിജ്വൽ ടെക്നിക്സും ഗ്രൂപ്പ് ടെക്നിക്സും. സൂപ്പർവൈസർ പലപ്പോഴും നല്ല രീതിയിലുള്ള ഇൻസ്ട്രക്ഷൻസ് ടീച്ചേഴ്സിന് പ്രൊവൈഡ് ചെയ്യും, അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട്. കാരണം ലേണേഴ്സ്, നമ്മുടെ കുട്ടികളെ ഇംപ്രൂവ് ചെയ്യിക്കുക എന്നുള്ളതാണല്ലോ അൾട്ടിമേറ്റ്ലി ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്, പ്രൊഡക്റ്റീവായിട്ട് മാറ്റുക. ടീച്ചിങ് ഇംപ്രൂവ് ചെയ്യാനും ലേണിംഗ് ഇംപ്രൂവ് ആകാനും ലേണിംഗ് പ്രോസസ് ബെറ്റർ ആകാനും അതാണ് ശരിക്കും സൂപ്പർവിഷന്റെ ഉദ്ദേശം. അപ്പം പ്രോബ്ലം സോൾവിംഗ് ആണ് ഒരു സൂപ്പർവൈസർ അല്ലെങ്കിൽ സൂപ്പർവിഷൻ ഫോക്കസ് ചെയ്യുന്നത്. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അതിനെ സോർട്ട് ഔട്ട് ചെയ്യാം, അതാണ് സൂപ്പർവിഷന്റെ മെയിൻ ഉദ്ദേശം. അതിന് ടീച്ചർമാരെ അസിസ്റ്റ് ചെയ്യാം. ടീച്ചർ ആദ്യമായിട്ടൊരു ക്ലാസ്സിൽ പോകുന്നു, 40ഓ 50ഓ കുട്ടികളുണ്ടെന്ന് വിചാരിക്കുക. വലിയ കുട്ടികളാണ്, ഹൈസ്കൂളിലെ കുട്ടികളാണ്. കുറെ പേരിന്ന് വർത്താനം പറയുന്നു, കുറെ പേര് ടീച്ചറെ ശ്രദ്ധിക്കുന്നില്ല. അങ്ങനെ ഇങ്ങനെ വരുമ്പോഴേക്കും അത് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിട്ട് ടീച്ചർക്ക് വരും. ആ ഒരു പ്രോബ്ലം സോർട്ട് ഔട്ട് ചെയ്യുക എന്നുള്ളത്. അതിനുവേണ്ടി എഫക്റ്റീവ് ആയിട്ടുള്ള ഹെൽത്തി ടെക്നിക്സ് അവർ കണ്ടുപിടിക്കും. അവർ ചിലപ്പോൾ പല പല ഗ്രൂപ്പ് ആക്കും കുട്ടികളെ, ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് കൊടുക്കും. ലെക്ചർ ക്ലാസ് കൊടുക്കുന്നതിന് പകരം അത് തിമാറ്റിക് ആയിട്ടൊരു ഗ്രൂപ്പ് ആക്ടിവിറ്റി ആയിട്ട് കൊടുക്കും. അങ്ങനെ ലേണിംഗ് പ്രോസസ്സിനെ മാറ്റാം. അങ്ങനെ നമുക്ക് പല രീതിയിലുള്ള എക്സ്പെരിമെന്റ്സ് ചെയ്യാം. അപ്പൊ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ഹെഡുമായിട്ട് ഡിസ്കസ് ചെയ്യാം. ഞാൻ ഇങ്ങനെ ചെയ്തോട്ടെ, നിങ്ങൾ ടീച്ചിങ് പ്രാക്ടീസിന് പോയപ്പോൾ ചിലപ്പോൾ നിങ്ങളും അതുപോലെ ചെയ്തിട്ടുണ്ടാകാം, ഞാൻ ക്ലാസ്സിൽ ഇത് കൊടുത്തോട്ടെ എന്ന് പറയുമ്പോൾ ചിലർ പറയും ഈ രീതി കൊടുത്താൽ മതി എന്ന് പറയും. ചില ടീച്ചർമാർ വളരെ ഫ്രണ്ട്ലി ഫ്ലെക്സിബിൾ ആയിരിക്കും, അവർ പറയും ഇഷ്ടമുള്ളതുപോലെ ചെയ്തു കൊടുക്കുക പറയും. അപ്പൊ അതാണ് അവിടെയൊക്കെ സൂപ്പർവിഷനാണ് നടന്നത്, സൂപ്പർവൈസിംഗ് ആണ് അവിടെ എല്ലാം നടന്നത്. നമ്മുടെ ടീച്ചിങ് പ്രാക്ടീസിന് പോയപ്പോഴൊക്കെ നമ്മൾ അതിലൂടെ കടന്നു പോയിട്ടുണ്ടാവും. പിന്നെ എക്സ്റ്റേണൽ സൂപ്പർവൈസർ ആയിട്ട് ഞാൻ ഉണ്ടായിരുന്നു കാണും. ചിലപ്പോൾ ചിലർ എന്നെ വിളിച്ചിട്ട് ഞാൻ എന്ത് കൊടുക്കണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കുട്ടിയുടെ പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്തിട്ട് വന്ന് പറയുമ്പോൾ അത് എങ്ങനെ അഡ്രസ്സ് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പൊ എക്സ്റ്റേണലി സൂപ്പർവൈസ് ചെയ്യാനും ഞങ്ങളും ഉണ്ടായിരുന്നു. അല്ലെ,
അപ്പൊ അവിടെ നമ്മളെല്ലാം നടന്നത് മുഴുവനും സൂപ്പർവിഷനാണ്. നമുക്ക് എന്താ വേണ്ടത്? എഫക്റ്റീവ് ആയിട്ട് നിങ്ങൾക്ക് ആ ടീച്ചിങ് പ്രാക്ടീസ് കംപ്ലീറ്റ് ചെയ്യണം, അല്ലെ? ആ ഒരു ലേണിംഗ് പ്രോസസ് കംപ്ലീറ്റ് ചെയ്യണം. അപ്പൊ ആ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിനെ നല്ല രീതിയിൽ മാറ്റുക എന്നുള്ളതാണ് സൂപ്പർവിഷന്റെ ആ ഒരു എയിം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ അതിന് പല ടെക്നിക്സും യൂസ് ചെയ്യും. ആ ടെക്നിക്സ് ആണ് ഗ്രൂപ്പ് ടെക്നിക്സും ഇൻഡിവിജ്വൽ ടെക്നിക്സും, അതാണ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ വേണമെങ്കിൽ ഗ്രൂപ്പ് ടെക്നിക്സ് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. ഗ്രൂപ്പ് ടെക്നിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ആനുവൽ ഡേ വരും, സ്പോർട്സ് വരും, ക്രിസ്മസ് സെലിബ്രേഷൻ, ഓണം സെലിബ്രേഷൻ, പിന്നെന്താ ചിൽഡ്രൻസ് ഡേ നടത്തുന്നുണ്ടെങ്കിൽ അത്, എന്തെങ്കിലും എക്സിബിഷൻസ് നടത്തുന്നുണ്ടെങ്കിൽ അത്, ഫുഡ് ഫെസ്റ്റ്, ഇതൊക്കെ ടീച്ചർമാർക്ക് കുറെ ഡ്യൂട്ടീസ് ഉണ്ടാവും. ഗ്രൂപ്പായിട്ട് ഇവരെ പല ടീമായിട്ട് ചിലപ്പോൾ ഓരോരോ കമ്മിറ്റി ആയിട്ട് ഡിവൈഡ് ചെയ്യും, അങ്ങനെ. അപ്പൊ അതൊക്കെ ഗ്രൂപ്പ് ടെക്നിക്സ് വരുന്നത്. ഇത് കൂടാതെ സിലബസ് ഡിസൈൻ ചെയ്യാൻ, കരിക്കുലം ഡിസൈൻ, അങ്ങനെയും വരും. ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ എന്തെങ്കിലും മാറ്റം വരുത്തിയിട്ട് ടീച്ചേഴ്സിനോട് പറയും, നിങ്ങൾ നോക്കിയിട്ട് എന്തെങ്കിലും പുതിയതായിട്ട് ചേർക്കണം എന്നുണ്ടെങ്കിൽ പറയും. നമ്മളുടെ ലെസൺ പ്ലാനിൽ എന്തൊക്കെ ചേർക്കണം, ഒരു ചിലപ്പോൾ മന്ത്ലി ഒരു പ്ലാൻ അല്ലെങ്കിൽ അക്കാദമിക് കലണ്ടർ അവർ പ്രിപ്പയർ ചെയ്യും പുതിയ അക്കാദമിക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ. അതൊക്കെ ഗ്രൂപ്പ് ടെക്നിക്സിൽ വരുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ പാരന്റ്സിനെ മീറ്റ് ചെയ്യുന്നത്, അതും ഗ്രൂപ്പ് ടെക്നിക്സിൽ വരുന്നത്. ടീച്ചർ വിസിറ്റ് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളും. പിന്നെ അതുപോലെ തന്നെ പല റിസോഴ്സസ്, ഇപ്പം ബുക്ക് എക്സിബിഷൻ, അങ്ങനെ എന്തെങ്കിലും വായനാ ദിനത്തോടനുബന്ധിച്ച്, അതൊക്കെ ഗ്രൂപ്പ് ടെക്നിക്സിൽ വരുന്നതാണ്. പിന്നെ സ്റ്റാഫ് മീറ്റിംഗ്, അതും ഗ്രൂപ്പ് ടെക്നിക്സ് ആണ്. പിന്നെ ചിലപ്പോൾ ടൂർ നടത്തുന്നത് ഗ്രൂപ്പ് ടെക്നിക്സ് ആണ്, സ്റ്റഡി ടൂർ, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ഇൻഡിവിജ്വൽ ടെക്നിക്സിൽ ടീച്ചർ ക്ലാസ് റൂമിലെ ടീച്ചർ മാത്രമേ ഉള്ളൂ. ഇൻഡിവിജ്വൽ ടീച്ചർ ക്ലാസ് റൂമിൽ കുട്ടികളെ ആക്ടിവിറ്റി ചെയ്യുന്നു, ഒബ്സർവ് ചെയ്യുന്നു. പിന്നെ ടീച്ചറുടെ ലീഡർഷിപ്പ്, ടീച്ചർ സ്വയം ഗ്രോ ചെയ്യുന്നത്, അതൊക്കെ ഇൻഡിവിജ്വൽ ടെക്നിക്സ് ആണ്. പിന്നെ എന്തെങ്കിലും റൈറ്റപ്സ് റെഡിയാക്കുന്നത്, ടീച്ചർ അതുമായി റിലേറ്റ് ചെയ്ത് അതിനെ റിസർച്ച് അനാലിസിസ് നടത്തുന്നത്, അത് ഇൻഡിവിജ്വൽ. അത് നമ്മളുടെ രീതി, നമ്മളുടെ പൊട്ടൻഷ്യൽ അനുസരിച്ച് നമ്മൾ ഓരോന്നും ചെയ്യുന്നത്. ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം, ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്തു തന്നേലൂ കേട്ടോ. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് വരുന്നത്. ഇത് ഗ്രൂപ്പ് ടെക്നിക്സും ഇൻഡിവിജ്വൽ ടെക്നിക്സും സിമ്പിൾ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ചിലപ്പോൾ ഏതെങ്കിലും കൊടുത്ത് താഴെ ഉള്ളതിൽ ഏതാണ് ഗ്രൂപ്പ് ടെക്നിക്സ്, അങ്ങനെ. അപ്പൊ ഇൻഡിവിജ്വൽ ടെക്നിക്സും ഗ്രൂപ്പ് ടെക്നിക്കും കൂടെ മിക്സ് ചെയ്തായിരിക്കും കൊടുക്കുന്നത്. അപ്പൊ അതിൽ നിന്ന് നിങ്ങൾക്ക് ടൂർ അല്ലെങ്കിൽ കോൺഫറൻസസ്, അങ്ങനെ കുറെ ഓപ്ഷൻസ് കൊടുത്തിട്ട് ഇതിൽ ഗ്രൂപ്പ് ടെക്നിക്സ് ഏതാണ് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ടെക്നിക്സ് ഏതാണ്, ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും എക്സാമിന് വരുന്നത്. അത് നമുക്ക് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും, അല്ലെ? ഇപ്പൊ വിസിറ്റിംഗ് പാരന്റ്സ് അല്ലെങ്കിൽ ടൂർ കണ്ടക്ട് ചെയ്യുന്നത്, എക്സ്പോ കണ്ടക്ട് ചെയ്യുന്നത്, അതൊക്കെ ഗ്രൂപ്പ് ടെക്നിക്സിൽ വരുന്നതാണ്. പിന്നെ സെൽഫ് എൻകറേജ്മെന്റ്, സെൽഫ് പ്രൊമോഷൻ, ലീഡർഷിപ്പ്, അതെല്ലാം ഇൻഡിവിജ്വലിൽ വരുന്നതാണ്. ക്ലാസ് റൂം ഒബ്സർവേഷൻ, അതൊക്കെ ഇൻഡിവിജ്വൽ ആണ്. പേഴ്സണൽ ഗ്രോത്ത്, ഇതൊക്കെ അവനവന്റെ കാര്യങ്ങൾ. അതായത് ആ ഒരു ടീച്ചർ ക്ലാസ് റൂമുമായിട്ട് കണക്റ്റഡ് ആണ്. ക്ലിയർ ആയല്ലോ? ടെക്നിക്സ് ക്ലിയർ ആയല്ലോ? സൂപ്പർവിഷന്റെ ടെക്നിക്സ് നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ പറയൂ കേട്ടോ, ഞാൻ എടുക്കും. നെക്സ്റ്റ് ഇതുപോലെ തന്നെ ഫ്രൈഡേ ആയിരിക്കും. ഈ ഫ്രൈഡേ ഞാൻ ലീവ് ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് വെനസ്ഡേ എടുത്തത്. അപ്പോൾ ഞാൻ ചോദിച്ചോട്ടെ, എല്ലാരും ഈ ഒരു ടൈമിൽ ഫ്രീ ആയതുകൊണ്ട് ഞാൻ ഈ ഒരു ടൈം ഓപ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് കുഴപ്പമുണ്ടാവോ? ഇല്ല മാം, കുഴപ്പമില്ല മാം. നമ്മളൊരു മോർണിംഗ് അല്ലേ, ഒരു ഫ്രഷ്നെസ് ഉണ്ടാവും, ഡ്രൈ സബ്ജക്റ്റും അല്ലേ, അതുകൊണ്ടാണ്. ഉച്ച കഴിയുമ്പോഴേക്കും നിങ്ങൾക്കും കുട്ടികൾ വരുന്ന സമയവും ഊണ് കഴിഞ്ഞ് ക്ഷീണവും. ഓക്കെ രസ്മിന, എനിക്കൊന്ന് മെസ്സേജ് ഇട്ടേക്കുന്നേ. ഞാൻ ഹാഫ് ആൻ അവർ കഴിയുമ്പോൾ നമുക്ക് മീറ്റ് ചെയ്യാം. ഒരു 12:15 മതിയാവോ? 12-ന് ക്ലാസ് ഉണ്ട്. 12-ന് ക്ലാസ് ഉണ്ട്. ക്ലാസ് കഴിഞ്ഞിട്ട് മതിയോ? 1 o'clock. അത് 1 o'clock ക്ലാസ് കഴിഞ്ഞിട്ട് മതിയോ? കാരണം എനിക്ക് ഇൻ ബിറ്റ്വീൻ കുറെ കോള് വന്നിട്ടുണ്ട്, ഇതൊക്കെ എനിക്ക് തിരിച്ചു വിളിക്കണം. ഒരു സമയം എടുക്കും. ജോഫി പറഞ്ഞു. നമുക്ക് PG ക്ലാസ് ഈ സമയം വെച്ച എല്ലാ ക്ലാസ്സും വെക്കാൻ പറ്റുമോ? അത് എന്താ പറ്റാത്തെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ടൈമില് നമുക്ക് വേറെയും ക്ലാസ്സുകൾ ഉണ്ട്, ടീച്ചർമാരെടുക്കുന്നുണ്ട് ക്ലാസ്സുകൾ, വേറെ ക്ലാസ് എടുക്കുന്നുണ്ട്. മോക്ക് ടെസ്റ്റ് തന്നെ കേട്ടോ. ട്രാൻസാക്ടിങ് അതല്ലേ? അതെ അത് റെഡിയാണ്. അതെന്നെ ഷെയർ ചെയ്യേണ്ട കാര്യമാണ്. ജോഫി, ഇതാണ് എനിക്ക് വെനസ്ഡേ ഓക്കെയാണ്. കാരണം എന്താ വെച്ചാൽ 13 ബാച്ചിന്റെ ക്ലാസ് ടൈം ആയിരുന്നു, 10:30 to 11:30. അവരുടെ ക്ലാസ് കഴിഞ്ഞത് കൊണ്ടാണ് വെനസ്ഡേ മോർണിംഗ് പറ്റുന്നത്.
ഫ്രൈഡേ ഇതാകുമ്പോഴേ നമുക്ക് രാവിലെ ആകുമ്പം കുഴപ്പമില്ല മാം. ഉച്ച കഴിഞ്ഞിട്ട് ഇരിക്കുമ്പം നമുക്ക് തന്നെ ഉറക്കം വരും. ഇതാകുമ്പോ രാവിലെ ആകുമ്പോൾ കുഴപ്പമില്ല. പക്ഷെ മറ്റുള്ള ടീച്ചേഴ്സിനൊക്കെ ചിലപ്പോൾ ആ ടൈമിൽ അവർ ക്ലാസ് എടുക്കുന്നവരായിരിക്കും. 10:30 ആ ഒരു ടൈമിൽ ക്ലാസ് ഉണ്ടാവും. അതുകൊണ്ടാണ്. കുഴപ്പമില്ല മാം. ചോദിച്ചു നോക്കട്ടെ കാരണം തീരാറായല്ലോ. അപ്പൊ ചോദിച്ചു നോക്കുമ്പോ ചിലപ്പോ ആരെങ്കിലും ഒക്കെ ഫ്രീ ആണെങ്കിൽ നമുക്ക് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോവാം. എനിക്കും താല്പര്യം മോർണിംഗ് എടുക്കാനാണ്. ഉച്ച കഴിയുമ്പോഴേക്കും എനിക്കും അങ്ങ് ഒരു സുഖമില്ല. ശരി, താങ്ക് യു മാം. താങ്ക് യു മാം. Thank you, ma'am. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു മാം.